ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ വചന വിചിന്തനത്തെയും ധ്യാനത്തെയും അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ മാസ ധ്യാന ചിന്തകളിലൂടെ ഞങ്ങളെ തന്നെ നവീകരിക്കാനും ഈശോയുടെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും കൂടുതൽ ധ്യാനിച്ച് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചനം ഞങ്ങൾക്ക് വെളിവാക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സന്യസ്തരെ, നമ്മൾ ഈ ഒരു മാസത്തിൻ്റെ വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഈശോയുമായിട്ടുള്ളൊരു ആഴമേറിയ ബന്ധത്തിൽ വളരുക, ക്രിസ്തുവിലേക്ക് വളരുക എന്നൊരു ചിന്തയാണ്. നമുക്കതിന് സഹായമായ ഒരു വചനം നമുക്കെടുക്കാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11 തുടങ്ങിയിട്ടുള്ള വചനം. എഫെസോസ് 4:11 തുടങ്ങിയിട്ടുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ വിചിന്തനത്തിന് എടുക്കുന്നത്. വചനം നമുക്ക് ബൈബിളുള്ളവർക്ക് ബൈബിൾ എടുത്ത് നമുക്ക് വചനം ധ്യാനിക്കാം. വചനം ഇങ്ങനെയാണ്. 11-ാമത്തെ വാക്യം: അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റുമാകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യൻ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിലാടി ഒലിയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഒറ്റൊരു വായനയിൽ നമുക്കിതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. ആദ്യമേ 11-ാമത്തെ വചനം എങ്ങനെയാണ് പറയുന്നത്? അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. എന്ന് വെച്ചാൽ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? അവൻ ചിലർക്ക് സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു വിളിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോ നമുക്ക് നൽകുന്ന ഒരു വരമാണ് പ്രബോധകരാകാൻ, സുവിശേഷ പ്രഘോഷകരാകാൻ, അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ സന്യാസ സമർപ്പണത്തിൻ്റെ ഒരു വിളിയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ദൈവം നമുക്ക് നൽകുന്ന ഒരു വരമാണ്. അത് ഈശോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിതാവിൻ്റെ വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇതൊരു പ്രത്യേക ഒരു വിളിയാണ് സമർപ്പണ ജീവിതത്തിലേക്കുള്ള. ഈ വിളി എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് 12-ാമത്തെ വചനം പറയുന്നത്. ഈ വരം നൽകിയിരിക്കും. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന്, ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനും. അതായത് ഈ വിളി നമുക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. ഒന്ന് വിശുദ്ധരെ പരിപൂർണരാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ശുശ്രൂഷയുടെ ജോലി നിർവഹിക്കുക, പിന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുക. ഈ വിളി നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ഇനി 13-ാമത്തെ വചനം: വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരായി തീരുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അല്പം മലയാള ഭാഷയുടെ ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മളതിനൊന്ന് ധ്യാനിക്കണം. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനത്തിലും, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരായി തീരുന്നത് വരെ തുടരേണ്ടിയിരിക്കും. അതായത് നമ്മുടെ സന്യാസത്തിൻ്റെ ഒരു പക്വതയുണ്ട്. സന്യാസ ജീവിതത്തിൻ്റെ ഒരു പക്വത എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് നമ്മൾ മനുഷ്യരായി തീരുക എന്നുള്ളതാണ്. അത് യേശുക്രിസ്തുവിലേക്കുള്ളൊരു വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുക. അതിനെന്ത് വേണം? 2 കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസത്തിൻ്റെ ഐക്യം വേണം. അത് വെച്ചാൽ യേശുക്രിസ്തുവിലുള്ള ആഴമേറിയ ഒരു വിശ്വാസം. 1. 2, ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുണ്ടെങ്കിലേ ഈ ക്രിസ്തുവിൻ്റെ സന്യാസ പക്വതയിലേക്ക് നമുക്ക് വളരാൻ പറ്റൂ എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ പക്വതയാർന്ന ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന ഒരു മനുഷ്യൻ. ഈ സന്യാസത്തിൻ്റെ ഒരു പക്വതയിലേക്ക് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണമെന്നാണ് എഫെസോസർ എഴുതുന്നത്. 1, വിശ്വാസത്തിൻ്റെ ഐക്യം. 2, ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം.
നമുക്ക് താഴേക്ക് വരാം. ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുത്താൻ മനുഷ്യൻ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. എന്നുവെച്ചാൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശം അതെവിടെ നിന്നാണ് വരുന്നത്? കൗശലപൂർവ്വം നടന്ന വക്രത അത് ആദ്യ മാതാപിതാക്കന്മാരിലേക്കൊക്കെ പോകണം. പിശാചാണ്. പിശാച് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങൾ തരും. അങ്ങനെ നിങ്ങൾ ശിശുക്കളാകരുത്, മറിച്ച് പക്വതയുള്ളവരായി തീരണം. അതാണ് പൗലോസ് പറയുന്നത്. നമ്മൾ സന്യാസത്തിൽ ഒരിക്കലും ഈ അവിടുന്ന് ഇവിടുന്നും കേൾക്കുന്ന തെറ്റായ പ്രബോധനങ്ങളിലൂടെ ഓരോ കാര്യത്തെക്കുറിച്ചും അതിലേക്ക് നിങ്ങൾ തൂത്തെറിയപ്പെടുന്ന വഞ്ചന നിറഞ്ഞ പക്വതയാർന്ന ഈ കൗശല്യം നിറഞ്ഞ ഉപദേശം നൽകുന്നവരുടെ ഗണത്തിലേക്ക് പോകരുത്, ശിശുക്കളാകരുത്, പക്വതയുള്ള മനുഷ്യരായി മാറണമെന്ന്. അതെങ്ങനെയായി തീരണം എന്നതിനെക്കുറിച്ചാണ് ഏറ്റവും അവസാനത്തെ ഈ വചനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വാക്യം എന്ന് പറയുന്നത് 15-ാമത്തെ വാക്യമാണ്. വചനം എങ്ങനെ പറയുന്നു? സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഈ ഒരു വചനത്തിൻ്റെ ഏറ്റവും മർമ്മ കാര്യം. നമ്മൾ എല്ലാ വിധത്തിലും ക്രിസ്തുവിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ വിധത്തിലും ശിരസ്സായ ക്രിസ്തുവിലേക്കുള്ള വളർച്ച. ഈ ശിരസ്സായ ക്രിസ്തുവിലേക്ക് വളരാൻ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. ഇത് 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിൽ നമ്മൾ നിറയണം, എന്നാലേ ഈ ക്രിസ്തുവിലേക്ക് വളരാൻ പറ്റുള്ളൂ. സ്നേഹമുള്ളവരെ, നമുക്കത് കേൾക്കുമ്പോൾ വചനമാണ്, നമ്മൾ ധ്യാനിക്കുമ്പോൾ അല്പം നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും ബുദ്ധിമുട്ടുണ്ടായെന്ന് നമുക്ക് തോന്നാം. എന്നാലും നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഈശോയെക്കുറിച്ചുള്ള അറിവിൽ വളരുക എന്നുള്ളത്, ക്രിസ്തുവിലേക്ക് വളരുക എന്നുള്ളത്. ക്രിസ്തുവിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരണം. അതാണ് 13-ാമത്തെ വചനം 13-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരണം. ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം ഇത് വിളിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഫേസോസ് 4 അവിടെ വെച്ചിട്ട് നമ്മൾ പത്രോസിന്റെ ലേഖനം എടുക്കുക. 2 പത്രോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. 2 പത്രോസ് 1:3 വചനം എങ്ങനെയാണ്? നമുക്ക് ബൈബിൾ എടുക്കാം. 2 പത്രോസ് 1:3 വചനം എങ്ങനെയാണ്? തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തുവിലേക്ക് വളരണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിന് നമ്മൾ 13-ാമത്തെ എഫേസോസ് 4:13 നമ്മൾ കണ്ടു. പൂർണ്ണമായ ജ്ഞാനം ഈശോയെക്കുറിച്ച് നമുക്ക് ഉണ്ടാവണമെന്നുണ്ട് ക്രിസ്തുവിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ. ഇനി ഈ 3-ാമത്തെ വചനം 2 പത്രോസ് 1:3 വചനം എങ്ങനെയാണ്? തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. എന്ന് വെച്ചാൽ നമ്മെ വിളിച്ചവൻ, ഈ വളരെ വളരെ ആഴമുള്ളൊരു വചനമാണിത്, പത്രോസിൻ്റെ വചനം. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കുമാണ്. ആരുടെ മഹത്വം? യേശുവിൻ്റെ മഹത്വം. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവൻ എന്ന് വെച്ചാൽ നമ്മുടെ വിളിയുടെ ശ്രേഷ്ഠത നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. നമുക്ക് വിളിയിലൂടെ ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠത എന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ അതേ മഹത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. സൃഷ്ടികൾക്കോ മറ്റൊന്നിനും കൊടുക്കരുത്. അത് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമായിട്ട് വളരെ കാർക്കശ്യത്തോടെ ഒരു പിതാവ് പറയുന്നൊരു കാര്യമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ മിശിഹായോട് പറയുന്നുണ്ട്, പിതാവിൻ്റെ അതേ മഹത്വം അവിടുന്ന് എനിക്ക് നൽകി. ഈശോ പറയാണ് പിതാവിനുള്ള അതേ മഹത്വം ഈശോയ്ക്ക് നൽകി. എന്നിട്ട് ഈശോ ഇവിടെ പത്രോസിലേക്ക് പറയാണ് അതേ മഹത്വം. അതാണ് തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവൻ. അതായത് നമ്മൾ വിളിയിലൂടെ നമ്മൾ ചേർക്കപ്പെട്ടിരിക്കുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ അതേ മഹത്വത്തിലേക്ക്, അതേ ശ്രേഷ്ഠതയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി പറയാണ് ഈ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, ഈ വിളിച്ച ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക്. അതാണ് നമ്മൾ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വിളിച്ച ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിറയുക, അറിവ്. എന്നാലേ ഈശോയിലേക്ക് നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഈശോയുമായിട്ട് ആഴമേറിയ ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതാരാണെന്ന് എനിക്ക് അറിയണം. നമ്മൾ പണ്ട് വേദപാഠ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെയും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടിയതിൻ്റെയും ഒക്കെ അപ്പുറം എൻ്റെ സന്യാസ പരിശീലന കാലഘട്ടത്തിലും അതിനുശേഷമുള്ള എൻ്റെ സ്വയമായിട്ട് ഞാനിത് എന്തുമാത്രം എൻ്റെ ഇത്രയും കാലഘട്ടത്തെ ധ്യാനം, പ്രാർത്ഥന, ആത്മശോധന അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനവായനയിലൂടെ അല്ലെങ്കിൽ നമ്മുടേതായ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഈശോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് എന്തുമാത്രം വളർന്നിട്ടുണ്ട്.
ഈ പൂർണ്ണമായ ജ്ഞാനമാണ് സുവിശേഷം ബൈബിളിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തുമാത്രം പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് അതുകൊണ്ടാണ് വീണ്ടും അത് തൻ്റെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ ഈ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അടുത്ത് പറയാണ് നമ്മുടെ ജീവിതത്തിനും 2 പത്രോസ് 1:3 തുടർച്ചയാണ്. ഈ പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം എന്നുവെച്ചാൽ ഭൗതികവും ആത്മീയവും എല്ലാ കാര്യം നമ്മുടെ ജീവിതത്തിന് ജീവിതം, ഭക്തി, ആത്മീയ കാര്യങ്ങൾ ഇതെല്ലാം ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. എങ്ങനെ? യേശുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. സഹോദരരെ, നാം വളരേണ്ടിയിരിക്കുന്നത് ഈ നമ്മുടെ ഈ താൽക്കാലികമായ താഴെ തട്ടിൽ നിന്നും ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നമ്മൾ ഒരുപാട് വളരണം. മാത്രമല്ല യേശു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അറിവിലേക്ക് നമ്മൾ വളരണം. ഇത് ഈ വിളിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈശോ പത്രോസിനോട് ചോദിക്കണം, മത്തായി 16 മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ചോദിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാനായിട്ട് ശിഷ്യന്മാർക്കില്ല. അവർക്ക് പലരും പല ഉത്തരങ്ങൾ. അവസാനമാണ് പത്രോസ് പറയുന്നത്. എന്താണ്? മത്തായി 16:16 ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ചോദ്യമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലതവണ കേട്ട് ധ്യാനിച്ച് ഇങ്ങനെ പഴകിപ്പോയിട്ടുള്ള ചില വചനഭാഗങ്ങളേത്. ഈശോയ്ക്ക് ശരിക്കും ഞാനും ഈശോയും തമ്മിലുള്ള ഒരു ബന്ധം എന്തുമാത്രമുണ്ട്? അല്ലെങ്കിൽ ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എൻ്റെ കാലഘട്ടങ്ങളിലുള്ള ആത്മീയതയിൽ എന്തെങ്കിലും ഈ വളർച്ചയിലൂടെ ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വളർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈശോ പറയാണ് 16-ാമത്തെ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ശരിയാണ്, വളരെ കൃത്യമായ രീതിയിൽ പത്രോസ് ഉത്തരം പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്നിട്ട് 17-ാമത്തെ വചനം, ഇതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യം. യേശു അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. അതായത് നമുക്ക് എല്ലാവർക്കും തോന്നാം യേശുവിനെ കുറിച്ച് അറിയണം, ക്രിസ്തുവിലേക്കുള്ള അറിവിൽ നമ്മൾ വളരണമെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നി ഇതെങ്ങനെ സാധിക്കും? ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഈശോയിലേക്കുള്ള അറിവിൽ നമ്മൾ വളരണമെന്ന് പറയും. ഇതെങ്ങനെ നമുക്ക് സാധിക്കും? ഈശോയിലെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എങ്ങനെ കിട്ടും? ഈ സുവിശേഷങ്ങളിലുള്ള ഈ 33 വയസ്സുള്ള കുറേ അത്ഭുതങ്ങൾ കുറച്ച് കടന്ന ഒരാളെന്നപ്പുറം ഈശോ എന്ന് പറയുന്ന വ്യക്തിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ വളരാൻ പറ്റും? അപ്പോൾ പത്രോസിയോട് കൊടുക്കുന്ന ഉത്തരത്തിനകത്ത് ഈശോ വളരെ കൃത്യമായിട്ട് പറയാണ്, നീ ഭാഗ്യവാൻ, യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്കത് വെളിപ്പെടുത്തി തന്ന. അതായത് നമുക്കിത് ഈശോയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വെളിപാടിലൂടെ കിട്ടൂ എന്നുള്ളതാണ്. ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം നമുക്കൊരിക്കലും മാനുഷികമായ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും പറ്റില്ല. അതുകൊണ്ട് പാവപ്പെട്ട വിശുദ്ധരൊക്കെ ഉണ്ട്, അവർക്ക് വലിയ അറിവോ പഠിപ്പോ ജ്ഞാനങ്ങളൊന്നുമില്ല. അവർക്കിങ്ങനെ വിശുദ്ധരായി തീർന്നതിന് കാരണം ഈശോയെക്കുറിച്ച് ഇങ്ങനെ വെളിപാട് വഴിയായിട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് പറയുന്നത് നിനക്കത് വെളിപ്പെടുത്തി കിട്ടിയതാണ്. നമുക്ക് വേണ്ടത് ഈശോയെക്കുറിച്ചുള്ളത് ഇങ്ങനെ വ്യക്തിപരമായ ആത്മീയതയിൽ എനിക്ക് വെളിപ്പെടുത്തി കിട്ടണം. അത് ആരെങ്കിലും പറഞ്ഞു കേട്ട് അവരുടെ ആത്മീയതയ്ക്ക് അപ്പുറം ഇത് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറണം, എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പായിട്ട് മാറണം. അതെനിക്ക് വെളിപാടിലൂടെ കിട്ടുള്ളൂ, ഇത് വെളിപ്പെടുത്തി കിട്ടണ്ട. ഇതിനെക്കുറിച്ച് വീണ്ടും വചനം പറയുന്നുണ്ട്, ഈശോയെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വെളിപാടിലൂടെ അല്ലാതെ കിട്ടത്തില്ല. അത് നമുക്ക് വീണ്ടും എഫെസോസുകാർക്ക് ലേഖനത്തിലേക്ക് വരാം. എഫെസോസുകാർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 3 തുടങ്ങിയിട്ടുള്ള വചനം. ഈ എഫെസോസ് 3 ബൈബിളിലുള്ളവർക്ക് എടുക്കാം. എഫെസോസ് 3:3 ഇങ്ങനെയാണ്, മുമ്പ് ഞാൻ ചുരുക്കമായി നിങ്ങളോട് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് ഈ രഹസ്യം എനിക്ക് അറിവായി മാറിയത്. എന്നുവെച്ചാൽ വചനത്തിൻ്റെ ആഴങ്ങളാണ്. ഈ രഹസ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ള 4-ാമത്തെ അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച. അങ്ങനെയാണ് രഹസ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ളത് എനിക്ക് അറിവായി മാറുന്നത് വെളിപാട് വഴിയായിട്ടാണ്. നമുക്ക് ഈശോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതെനിക്ക് ബോധ്യമായി. ഈ രഹസ്യം അറിവായി മാറണമെന്നുണ്ടെങ്കിൽ വെളിപാട് വഴിയായിട്ട് കിട്ടത്തുള്ളൂ. വെളിപാട് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും അല്പം കൂടി ആഴത്തിലേക്ക് ഈ വചനം തുടർന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് വായിക്കും. ഇത് 5-ാമത്തെ വചനം, എഫെസോസ് 3:5. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറയിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ അപ്പസ്തോലന്മാർക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് പിന്നെ പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർക്കൊക്കെ ഇത് ഈശോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാലാണ് വെളിവാക്കി കിട്ടിയത്.
എന്ന് വെച്ചാൽ വെളിപാട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തത് പൗലോസ് എഫെസോസ് 3:5 പറയുന്നു, ഇത് പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ് നമുക്ക് വെളിപാട് വഴിയായിട്ട് കിട്ടുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്കിത് വെളിപാടായിട്ട് തരുന്നത്. അതായത് ഈശോയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈശോയിലെ ബന്ധത്തിലേക്ക് വരണം. ഒന്ന് ഞാൻ പറഞ്ഞു, ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം നമുക്ക് വേണം. ഈ പൂർണ്ണമായ ജ്ഞാനം നമുക്ക് തരുന്നത് വെളിപാട് വഴിയായിട്ടാണ് നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ കാണുകയാണ്, ഈ വെളിപാട് വഴിയായിട്ട് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നെ. അതുകൊണ്ട് ഈശോ പല പ്രാവശ്യം പറയുന്നുണ്ട്, അവൻ വന്ന് എന്നെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അത് പരിശുദ്ധാത്മാവാണ് നമ്മൾ ഈശോയിലേക്ക് നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപാട് വഴിയായിട്ട് തരണം. എന്ന് വെച്ചാൽ നല്ല ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഈശോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ല ആത്മാവുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിലേ നമുക്ക് ഈശോ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ആഴമേറിയ ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് നല്ല പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. നമുക്ക് നല്ല വെളിപാട് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ഒരു വചനം കൂടെ നമുക്കിന് സഹായമായിട്ട് എടുക്കാം. എഫെസോസ് 1:17, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. എഫെസോസ് 1:17 വചനം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. എങ്ങനെയാണ് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കുന്നത്? ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട്. ആര്? പിതാവ്. ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഈ പൂർണ്ണമായ അറിവ് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടൊരു വചനമാണ്. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ. ഈ പൂർണ്ണമായ അറിവ് നമുക്ക്, ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് വഴിയായിട്ടാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ആഴമേറിയ ഒരു സത്യമാണ്. ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നമുക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈശോയോടുള്ള സ്നേഹം വരണമെന്നുണ്ടെങ്കിൽ ഈശോയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം. അറിയുന്നത് വെളിപാട് വഴിയായിട്ടാണ്, പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ്. നമ്മൾ ധ്യാനിക്കേണ്ട ഇതാണ്: നമുക്ക് എന്തുമാത്രം ഈ ഒരു അറിവിൽ നമുക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട്, എന്തുമാത്രം നമുക്ക് ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാലഘട്ടത്തെ ഒരു വചനം കൂടെ സഹായമായിട്ട് ഞാൻ വരാം. 2 പത്രോസ് 3:18, 2 പത്രോസ് 3:18, പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 18. അത് ഏറ്റവും അവസാനത്തെ വാക്യമാണ്. പത്രോസിന്റെ ലേഖനത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. ഇതാണ് വചനം. യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. ഈ കൃപയിലുള്ള വളർച്ച എൻ്റെ ഈ എല്ലാ ദിവസത്തെയും കുർബാനയും ധ്യാനവും ആത്മശോധനയും പ്രാർത്ഥനയും വഴിയായി ഈ കൃപയിലുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ടോ? അടുത്താണ് അറിവിൽ. ഈശോയെക്കുറിച്ചുള്ള അറിവിൽ എനിക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യമാണ്. ഈ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം മുഴുവനും മാറ്റിവെച്ച് നമ്മളിങ്ങനെ വ്യത്യസ്തമായ കാര്യസ്ഥത്തിലൂടെ, വ്യത്യസ്തമായ ജീവിതശൈലിയിലൂടെ, വ്യത്യസ്തമായ വസ്ത്രധാരങ്ങളിലൂടെ, വ്യത്യസ്തമായ ടൈം ടേബിളിലൂടെ ഒക്കെ നമ്മൾ ജീവിക്കുന്നത് ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ക്രിസ്തുവിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ വളർച്ച ഉണ്ടാകുന്നില്ലയോ ഉണ്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്. ഈശോ എന്ന് പറയുന്ന വ്യക്തി, ഈശോ 33 വയസ്സുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈശോയെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ചേട്ടായി, ഒരു വ്യക്തിയായിട്ട് ഈശോയെ കാണണം. ഈ വ്യക്തി ഈശോയിലേക്കുള്ള വളർച്ച എൻ്റെ കാലഘട്ടത്തിലുള്ള എൻ്റെ ശരീരത്തിൻ്റെ വളർച്ച പോലെ, എൻ്റെ ഭൗതിക വളർച്ച പോലെ ഈശോയോടുള്ള വളർച്ച എന്തുമാത്രം ഉണ്ടാകുന്നുണ്ട്? അതോ ഞാനിങ്ങനെ ലോകത്തിൻ്റെ അറിവിലേക്കാണ് വളർന്നത്? അത് നമ്മൾ ധാരണ. ഇനി ഇതിൻ്റെ തന്നെ അല്പം കൂടി ആഴമേറിയൊരു വചനം നമുക്ക് ധ്യാനിക്കാം. വചനം ഇതാണ്. കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം 1 കൊറിന്തോസ് 2:2. കൊറിന്തോസാർക്ക് ലേഖനം 1 കൊറിന്തോസ് 2:2. ബൈബിളുള്ളവർക്ക് അത് എടുക്കാം. 1 കൊറിന്തോസ് 2:2 വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. യേശുവിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ്? വീണ്ടും പറയാണ്: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് ഈശോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ വീണ്ടും അല്പം കൂടെ ആഴപ്പെടുകയാണ്. ക്രൂശിതനിലേക്കുള്ളൊരു അറിവ് നമുക്കുണ്ടാവണം. അതാണല്ലോ ഈ രക്ഷാലയർത്ഥത്തിന് ഏറ്റവും മർമ്മമായിട്ട് നിൽക്കുന്ന, ഏറ്റവും കേന്ദ്രമായിട്ട് നിൽക്കുന്ന ഭാഗം. ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്.
ക്രൂശിതനായ ഈശോയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, നോയമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രൂശിതനായ ഈശോയെ നമ്മൾ കൂടുതൽ ധ്യാനിക്കണം. ക്രൂശിതനായ കർത്താവ് നമ്മൾ ഒരുപാട് ധ്യാനിക്കുന്നതാണ്, ഒരുപാട് കുരിശിൻ്റെ വഴികൾ ചെല്ലുന്നതാണ്, ഒരുപാട് കരുണക്കോടൊക്കെ നമ്മൾ ചെല്ലുന്നതാണ്. ക്രൂശിതനായ കർത്താവ് പലപ്പോഴും നമുക്ക് ഒരുപാട് വിചിന്തനങ്ങൾ, ഒരുപാട് വൈരുദ്ധ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. നമ്മളിങ്ങനെ ധ്യാനിക്കണം. ദൈവമാണ് ക്രൂശിതൻ, സർവശക്തനാണ്. ദൈവം സർവശക്തനും പിതാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ സർവശക്തൻ. പക്ഷേ കുരിശിൽ കിടക്കുന്ന ഈശോ ഇങ്ങനെ ഒന്നുമില്ലാത്തവനാണ്, ഒരു ശക്തിയില്ലാത്തവൻ, നിസ്സഹായനായിട്ടാണ് ഈശോ കിടക്കുന്നത്. ക്രൂശിതനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ഈശോ സമ്പന്നനാണ്, പിതാവിൻ്റെ സമ്പന്നതയിൽ ജീവിച്ചവൻ, പക്ഷേ അവൻ ദരിദ്രനായി തീരുകയാണ്. ഈശോയുടെ കുരിശിലേക്കൊക്കെ നമ്മൾ കൂടുതൽ ആഴപ്പെട്ട് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഈശോ പറയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഈശോയാണ്. അതായത് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയാണ്, എനിക്ക് ദാഹിക്കുന്നു. അതല്ലെങ്കിൽ ദൈവസ്നേഹം, അതിൻ്റെ പാരമ്യം നമ്മൾ ഈ കുരിശിലെ സഹനത്തിൽ മനസ്സിലാക്കണമെന്ന് പറയാം. എങ്ങനെയാണ് സ്നേഹം ഒക്കെ ഈ കുരിശിലെ സഹനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതും വൈരുദ്ധ്യമാണ്. സ്നേഹം ഓപ്പോസിറ്റാണ് സഹനം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തെ സഹനത്തിലൂടെ മനസ്സിലാക്കുക. അതിൽ വീണ്ടും പറയാണ്, ഈശോ പറയാണ്, അവൻ്റെ മുറിവിലൂടെ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മുറിവിൽ നിന്ന് സൗഖ്യം ഉണ്ടാകുന്നത്? മുറിവാണ്. ഈശോയുടെ മുറിവിൽ നിന്ന് നമുക്ക് സൗഖ്യം. വൈരുദ്ധ്യങ്ങളാണത്, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. മുറിവിൽ നിന്ന് സൗഖ്യം. വീണ്ടും ഈശോ പറയാണ്, എൻ്റെ മരണത്തിലൂടെ നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നു. മരിച്ചിട്ട് എങ്ങനെയാണ് നിത്യജീവൻ തരുന്നത്? മരണമാണ്. എന്നിട്ട് പറയാണ് നിത്യജീവൻ. വൈരുദ്ധ്യങ്ങളാണ്. ഈശോ കൊണ്ട് പറയാം, ഞാനും പിതാവും ഒന്നാണ്, അല്ലെങ്കിൽ പിതാവിൻ്റെ അതേ മഹത്വം എനിക്ക് തന്നിരിക്കുന്നു. പിതാവിനെ കുറിച്ച് ഒരുപാട് വാചാലനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാണ് വന്നിരിക്കുന്നത് പറഞ്ഞ് ഈശോ അവസാനം പറയാണ്, പിതാവും എന്നെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചതെന്നൊക്കെ ചോദിക്കുക. ഇങ്ങനെ ക്രൂശിനെ നോക്കി ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് തോന്നാം. ഇതാണ് നമ്മുടെ സന്യാസത്തെ വ്യതിരിക്തമാക്കുന്ന ചില ചിന്തകൾ. അതായത് മറ്റ് ജീവിതശൈലിയിൽ നിന്ന് സന്യാസത്തെ വ്യതിരിക്തമാക്കുന്ന ചിന്തകൾ ഇതിൽ നമ്മൾ വായിച്ചെടുക്കാനായിട്ട് പറ്റണം. അതായത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടും ആത്മീയ കാഴ്ചപ്പാടും കൂടെ ഈ കുരിശിലേക്ക് കൊണ്ടുവരുമ്പോൾ വൈരുദ്ധ്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ. ലോകത്തിൻ്റെ കാഴ്ചപ്പാടും ആത്മീയ കാഴ്ചപ്പാടും വെച്ചുകൊണ്ട് നമ്മൾ കുരിശിനെ നോക്കുമ്പോൾ കുരിശ് പലതും നമുക്ക് വൈരുദ്ധ്യങ്ങളായിട്ടാണ് തോന്നുന്നത്. വൈരുദ്ധ്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ. കാരണം ഒറ്റൊരു ചോദ്യം വളരെ കൃത്യമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഓരോരുത്തരും സ്വയമായിട്ട് അതിനെ ധ്യാനിക്കണം. ചോദ്യം ഇതാണ്, കുരിശിൽ ശരിക്കും ആരാണ് ജയിച്ചത്? കുരിശിൽ ശരിക്കും ആരാണ് ജയിച്ചത്? കുരിശിൽ ഈശോയെ കൊന്നു. ഈശോ മരിക്കുകയല്ലേ ഇത്? ഇവിടെ ആര് ജയിച്ചു? അവിടെ പരാജയം സംഭവിക്കുന്നത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ ഈശോയ്ക്കാണ്. കാരണം ഫരിസേയർ ജയിക്കുന്നുണ്ട്. ഈശോയെ കൊല്ലാൻ വേണ്ടി ഈവൻ യൂദാസ് തുടങ്ങി ഇങ്ങോട്ട് മുഴുവനും ഈശോയുടെ ജീവിതത്തിൽ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ മുഴുവനും വിജയത്തിൻ്റെ കഥകളാണ്. യൂദാസ് ജയിക്കുകയാണ്, അവന് കാശ് കിട്ടി. പിന്നെ പട്ടാളക്കാർ ജയിക്കുന്നുണ്ട്, പീലാത്തോസ് ജയിക്കുന്നുണ്ട്, ഇവരെല്ലാം ജയിക്കുക. ശരിക്കും ഈശോ കുരിശിൽ മരിക്കുമ്പോൾ ശരിക്കും ഈശോ പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത്? ആരാണ് കുരിശിൽ ജയിച്ചത്? നമ്മളെ ചിന്തിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആഴമായിട്ട് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. കുരിശിൽ ആരാണ് ജയിച്ചത്? ശരിക്കും സ്നേഹമുള്ളവരെ, കുരിശിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കിയാൽ ഈശോ പരാജയപ്പെട്ടു. കാരണം ഈശോ മരിച്ചു. എന്നാൽ ഇതിനെ ആത്മീയ തലത്തിൽ നമ്മളെടുത്താൽ നമുക്ക് എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം? ഈശോ ജയിച്ചത് ഈശോയുടെ സ്നേഹത്തിൻ്റെ പഠനങ്ങളാണ്, പ്രബോധനങ്ങളാണ് അവിടെ ജയിച്ചത്. ഈശോ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ മൂല്യമാണ് അവിടെ ജയിച്ചത്. അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരിക്കേണ്ടി വരുവോളം ഈശോ നിലകൊള്ളുകയാണ്. പഠിപ്പിച്ച പ്രബോധനങ്ങൾക്ക് വേണ്ടിയിട്ട് മരണം സ്വീകരിക്കാൻ പോലും ഈശോ നിലകൊള്ളുകയാണ്. ഇത് നമ്മുടെ സന്യാസ ആധ്യാത്മികതയിൽ ഇതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുരിശിലെ സ്നേഹത്തിൻ്റെ മരിക്കുവോളം നിലകൊള്ളുകയാണ്. പലപ്പോഴും നമ്മൾ ചില ആശയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുമ്പോൾ ചിലപ്പോൾ നമ്മൾ മരിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ മൂല്യങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുണ്ടാവാം,
ചിലപ്പോൾ നമ്മൾ മരിക്കേണ്ടതായിട്ട് വരും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൻ്റെ സന്യാസത്തിലൂടെയാണ് നീ പോകുന്നത്, ലോകത്തിൻ്റെ സന്യാസിയായിട്ട് ജീവിക്കാനായിട്ടാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ മുന്നിൽ നിനക്ക് വിജയം ഉണ്ടാവും. പക്ഷേ കുരിശിൻ്റെ മുന്നിൽ നീ പരാജയപ്പെടും. ക്രൂശിതനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മാതൃകയെങ്കിൽ കുരിശിൻ്റെ മുന്നിൽ നീ പരാജയപ്പെട്ടവനാ, ലോകത്തിൻ്റെ മുന്നിൽ ജയിച്ചവനെ പോലെ നീ കാണപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്ന സന്യാസം ഈശോയുടെ സന്യാസം അല്ലാതായിട്ട് മാറും. അപ്പിയറൻസിൽ നമ്മൾ സന്യാസിമാരാ, വസ്ത്രമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ടൈം ടേബിൾ ഉണ്ട്, മഠത്തിൻ്റെ അകത്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആശ്രമത്തിൻ്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ മുന്നിൽ സന്യാസിയാണ്, പക്ഷേ ഈശോയുടെ മുന്നിൽ സന്യാസി ആയിരിക്കണമെന്നില്ല. ഈശോയുടെ മുന്നിൽ സന്യാസി ആകണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും അവൻ ക്രൂശിന്റെ മുന്നിൽ ജയിക്കേണ്ടി വരും. ക്രൂശിന് മുന്നിൽ ജയിക്കും, ലോകത്തിന് മുന്നിൽ പരാജയപ്പെട്ടാലേ നടക്കുള്ളൂ. ലോകം നമ്മളെ ചിലപ്പോൾ അവഹേളനത്തിന് വിധേയമാക്കും, ലോകം നമ്മളെ പരിഹസിക്കും, ലോകത്തിൻ്റെ മുന്നിൽ ഞാൻ വിട്ടിയായി മാറേണ്ടി വരും, ലോകത്തിൻ്റെ മുന്നിൽ ഞാൻ പരാജയപ്പെടേണ്ടി വരും. അപ്പോൾ അവിടെയാണ് ശരിക്കുമുള്ള ഈ ത്യാഗമന സന്യാസരൂപി നമ്മൾ രൂപപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ ശരിക്കും ഈശോയിലേക്ക് വളരുന്നത്. ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വളരുമ്പോൾ ഈ ഒരു അതായത് വിജയം എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന മരണമാണ്. ഒരു സന്യാസിയുടെ വിജയം എന്ന് പറയുന്നത് മരണമാണ്, കുരിശിലുള്ള മരണമാണ്. കുരിശിലുള്ള മരണം ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വിജയമല്ലത്. ഒരു കാരണവശാലും ലോകം ഈ വിജയത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. എത്രയോ ആളുകളുണ്ട്, നമ്മൾ നോക്കി നമ്മുടെ ആദ്യ നാളുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു? നമുക്കെല്ലാം അവകാശം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ മരിക്കുക ചെയ്യുന്നത്. പലതും വേണ്ടെന്ന് വെച്ചിട്ടാ നമ്മൾ സന്യാസത്തിലേക്ക് വന്നത്. ശരിയാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ ഞാൻ ശരിക്കും ഈ ക്രൂശിതരിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ആന്തരികതയിൽ ഈ സന്യാസത്തിൻ്റെ ആ മർമ്മം ഞാൻ സ്വന്തമാക്കുന്നുണ്ടോ? അത് ക്രൂശാണ്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ ശൂന്യവൽക്കരണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലേ അവിടെ ഞാൻ ജയിക്കുള്ളൂ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്യാസം വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ മരണം നടന്നുകൊണ്ടിരിക്കണം, നിരന്തര മരണങ്ങൾ നടക്കണം. അതില്ലെങ്കിൽ വിജയമില്ല. അതല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്ന് അഭിമാനിക്കും ലോകത്തിൻ്റെ മുന്നിൽ. അത് ക്രിസ്തുവിൻ്റെ മുന്നിൽ പരാജയമായിട്ടേ മാറത്തുള്ളൂ. എവിടെയാണ് ഞാൻ ആയിരിക്കുന്നത്, ഏതവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, ധ്യാനിക്കുക. നോക്കിയേ, രക്ഷാകര ചരിത്രത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഈ കുരിശു മരണത്തെ ലോകത്തിൻ്റെ മുന്നിലെ ഏറ്റവും പരാജയഭാവത്തോടു കൂടിയിട്ടാണ് ഈശോ അവതരിപ്പിക്കുന്നത്. ആത്മീയ തലത്തിലെ രക്ഷാകര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണ്. കൊളോസ്സർ 2:5 പറയുന്നുണ്ട്, സാത്താനെ അവൻ്റെ ആധിപത്യങ്ങളെ പരാജയപ്പെടുത്തി. ഏറ്റവും വലിയ വിജയമാണ്. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു എന്നൊക്കെ പറയുന്ന വിജയം ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ പരാജയഭാവത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ പരാജയഭാവത്തിലൂടെ കടന്നു പോകുമ്പോഴേ നമ്മൾ വിജയിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ധ്യാനിക്കാനും ചിന്തിക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് വളരെ പാടുള്ള ഒരു ആശയമാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, ചെറുതാകാൻ കഴിയത്തക്ക വിധം വലിയവനാണ് ദൈവം. എന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഇനി ദൈവത്തിന് ചെറുതാകാൻ പറ്റത്തില്ല. മാത്രമല്ല, ചെറുതാകണമെന്നുണ്ടെങ്കിൽ ഒരു വലിപ്പം വേണമെന്നാണ് പറയുന്നത്. ചെറുതാകാൻ കഴിയത്തക്ക വിധം വലിയവനാണ് ദൈവം എന്ന് വെച്ചാൽ ഈ ശൂന്യവൽക്കരിക്കപ്പെടുക അല്ലെങ്കിൽ സ്വയം ചെറുതാകുക എന്നൊക്കെ പറയുന്നത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ശക്തി വേണം, വലിയ വലിപ്പം വേണം. സർവശക്തന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണത്. ഇത് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ശൂന്യവൽക്കരിക്കപ്പെടുക, ചെറുതാകുക. നമ്മുടെ സന്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? സ്വയം നമ്മുടെ കഴിവുകളെ കണ്ടെത്തി വളർത്തുക, സെൽഫ് റിയലൈസേഷൻ. പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടേതായ കംഫർട്ട്, നമ്മൾ ഹാപ്പി ആയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ സന്യാസത്തിന്റെ കാഴ്ചപ്പാട് വികലമായ രീതിയിൽ ചിന്തിക്കുകയാണ്. ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് എപ്പോഴും ഓക്കെ, എൻ്റെ കാഴ്ചപ്പാട് റിയലൈസേഷൻ നടക്കണം. ഓക്കെ, ശരിയാണ്. അവിടെ ജയിക്കുന്ന ആരാണ്? ലോകത്തിന്റെ മുമ്പിൽ ഒരു സന്യാസിയാണ്, ശരിയാണ്. ലോകത്തിന് മുന്നിൽ വിജയിയാണ്, ശരിയാണ്. ക്രിസ്തുവിന്റെ മുന്നിൽ, ക്രിസ്തു ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു ശൂന്യവൽക്കരണത്തിന്റെ മുന്നിൽ, കുരിശിന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്യേണ്ടത്. അവിടെയാണ് ഈശോ പറയുന്നത് ഈ പറയുന്ന എളിമപ്പെടുത്തൽ, ശൂന്യവൽക്കരിക്കപ്പെടുക. യെസ്, ശൂന്യവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്നത് സർവശക്തന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പം നമ്മൾ ഈ ശൂന്യവൽക്കരണമാണ് സന്യാസിയുടെ വിജയം എന്ന് പറയുന്നത്. സന്യാസിയുടെ വിജയം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മുന്നിൽ അധികാരം സ്ഥാപിക്കുന്നതോ അല്ലെങ്കിൽ മറ്റാരുടെയും സഹായം കൂടാതെ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതോ ഇതൊന്നും അല്ല സന്യാസത്തിൻ്റെ വിജയം.
സന്യാസത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ശൂന്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ വിജയമാണ്. ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയിലേക്കുള്ള ഒരു വളർച്ചയെക്കുറിച്ചാണ്, ക്രിസ്തു എന്ന വ്യക്തിയിലേക്കുള്ള വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയിലേക്കുള്ള വളർച്ചയുടെ കാലഘട്ടം നമ്മൾ ഓരോ ഘട്ടമായിട്ട് നമ്മൾ കണ്ടു. അവസാനം നമ്മൾ പറഞ്ഞു നമ്മുടെ സന്യാസത്തിൻ്റെ സമർപ്പണം സ്വയം പര്യാപ്തത നേടി മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇങ്ങനെ സ്വയം ശൂന്യവൽക്കരിച്ച് മറ്റുള്ളവരിലേക്ക് ഇറങ്ങുമ്പോഴാണ് സന്യാസത്തിൻ്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. ഇതാണ് ഈ ക്രൂസിലേക്ക് വളരെ എന്ന് പറയുന്ന ഈശോ കുരിശ് കാണിച്ചു തന്ന അതിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ സാധാരണ ദൈവശാസ്ത്ര ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ ക്രിസ്തു സഭയെ തന്നു, സഭ നമുക്ക് ക്രിസ്തുവിനെ തരും. ശരിയാണ്, കൃത്യമായ ആശയമാണ്. ക്രിസ്തു സഭയെ തന്നു, സഭ നമുക്ക് ക്രിസ്തുവിനെ തരുന്നു. ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ സഭ ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സഭയെ തന്നത്? ഈശോ സഭയെ തന്നത് സഭയിലേക്ക് വളരാനാണോ അതോ ക്രിസ്തുവിലേക്ക് വളരാനാണോ? വളരെ നമ്മൾ സഭ എന്ന് പറയുമ്പോൾ ഒന്നിനെയും ഞാൻ വിമർശിക്കുന്നതല്ല, നമ്മുടെ സന്യാസ സമൂഹത്തെയും ആഗോള കത്തോലിക്ക സഭ എല്ലാം നമ്മൾ എടുത്ത് ചിന്തിക്കണം. ക്രിസ്തു സഭയെ തന്നത് സഭയിലേക്ക് വളരാനാണോ അതോ ക്രിസ്തുവിലേക്ക് വളരാനാണോ? സഭയിലൂടെ ക്രിസ്തുവിലേക്കാണോ ക്രിസ്തുവിലൂടെ സഭയിലേക്കാണോ? രണ്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സഭയിലൂടെ ക്രിസ്തുവിലേക്കാണോ അതോ ക്രിസ്തുവിലൂടെ സഭയിലേക്കാണോ? നാം വളരേണ്ടത് ക്രിസ്തുവിലേക്കാണ്, സഭയിലൂടെ ക്രിസ്തുവിലേക്കാണ്. സഭ ക്രിസ്തുവിനെ തരുന്നതും ക്രിസ്തു സഭയെ തന്നത് സഭയിലേക്ക് വളരാനല്ല, ക്രിസ്തുവിലേക്ക് വളരാനാണ്. ഇവിടെ ഒരു അപകടം എന്ന് പറയുന്നത്, ക്രിസ്തുവിലേക്ക് വളരാതെ സഭയിലേക്ക് മാത്രം വളർന്നാൽ അത് അപകടമാണ്. ക്രിസ്തുവിലേക്ക് വളരാതെ ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ മറന്നുകൊണ്ട് സഭയിലേക്ക് മാത്രം വളർന്നാൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. നമ്മൾ വളരേണ്ടത് ക്രിസ്തുവിലേക്കാണ്. അതിൽ സഭയുടെ വിജയം, സഭയുടെ നമ്മൾ അവസാനം നമ്മൾ സാധാരണ മനുഷ്യരുടെ തലങ്ങളിലേക്ക് നമ്മൾ താഴ്ന്നു പോവുക ചെയ്യുന്നത്. പലപ്പോഴും ഒരുപാട് വലിയ സാമൂഹിക മാനങ്ങളിലേക്കൊക്കെ അത് അപകടങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. യെസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സഭ എന്ന് പറയുന്നത് സഭയുടെ അധികാര സംവിധാനങ്ങളോ അല്ലെങ്കിൽ മാനുഷിക ഘടകങ്ങളോ ഒന്നും അല്ല, മറിച്ച് ക്രിസ്തുവാണ്. ഈ അധികാര സംവിധാനങ്ങളും ഈ മാനുഷിക ഘടകങ്ങളും ഒന്നും എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നില്ലെങ്കിൽ അത് അപകടമാണ്. അധികാരിയായിരിക്കാം ഞാൻ, ഏതെങ്കിലുമൊക്കെ ഹൗസിൻ്റെ തലപ്പത്തിരിക്കുന്നതായിരിക്കാം, ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങളിരിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനത്തിന് അധികാരിയായിരിക്കാം. ഈ സഭയുടെ അധികാര സംവിധാനങ്ങൾ അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ സ്ഥാപിതമായിട്ടുള്ള വിജയം, സാമ്പത്തിക നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലുള്ള മറ്റു വിജയങ്ങളായിരിക്കാം, അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്തു പരാജയപ്പെടുന്നുണ്ടോ? ഏതാശയത്തിന് വേണ്ടിയിട്ട്, ഏത് മൂല്യത്തിന് വേണ്ടിയിട്ടാണോ തുടങ്ങിയത്, അതിൽ നിന്ന് മാറിപ്പോയാൽ അത് സഭയുടെ പരാജയമാണ്. നമ്മളതിനെ ധ്യാനിക്കണം, ക്രിസ്തുവിൽ നിന്ന് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ വഴിയായിട്ട് വിമർശിക്കാനായിട്ടല്ല, മറിച്ച് നമ്മൾ സ്വയം ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? ക്രിസ്തുവിൻ്റെക്കാണോ എന്നുള്ളതാണ് അവിടെ നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇനി ക്രിസ്തുവിനെ വേണ്ട വിധത്തിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ സന്യാസം കൊണ്ടോ, എൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ മൊത്തം ജീവിതം കൊണ്ടോ, കത്തോലിക്ക സഭ കൊണ്ടോ, ക്രിസ്തു മതം കൊണ്ടോ എനിക്ക് ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെല്ലാം പരാജയമാണ്. സഭ പരാജയമാണ്, എൻ്റെ സന്യാസം പരാജയമാണ്, കത്തോലിക്ക സഭ തന്നെ പരാജയമെന്ന്. ക്രിസ്തുവിന് എനിക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളതിനെ ധ്യാനിക്കണം. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയഭാഗങ്ങളാണ്. ക്രിസ്തുവിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ പറയുന്ന ഞാനും നമ്മളെല്ലാം ഒരുപോലെ വിമർശനാത്മകമായ രീതിയിൽ ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. ഒന്നാണ്, ക്രിസ്തുവിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ക്രിസ്തുവിലേക്ക് എനിക്ക് വളരാൻ പറ്റുന്നു ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം കള്ളത്തരമാണ്. ക്രിസ്തുവിൻ്റെ പേരിലാണ് ഞാനിതെല്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പേരിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എൻ്റെ സന്യാസ വസ്ത്രം. ക്രിസ്തുവിൻ്റെ പേരിലാണ് ഞാൻ ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പേര് ജീവിച്ചിട്ട് എൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അത് പരാജയമല്ലേ? ക്രിസ്തുവിൻ്റെ പേരിൽ കെട്ടിപ്പൊക്കിയിട്ട് എൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ സ്ഥാപിത വിജയം, അപ്പോൾ ക്രിസ്തു വിജയിക്കുന്നില്ല, അത് പരാജയമാണ്. അത് എൻ്റെ സന്യാസത്തിൻ്റെ പരാജയമാണ്, മൊത്തം സഭയുടെ പരാജയമായിട്ട് നമ്മൾ കണ്ട. ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനകത്ത് കപടത വരും. അത് വലിയ സഭ നേരിടുന്ന വലിയൊരു ദുരന്തം എന്ന് വെല്ലുവിളി എന്നൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. സ്നേഹമുള്ളവരെ, മിശിഹായുടേതല്ലാത്ത, ക്രിസ്തുവിൻ്റേതല്ലാത്ത സഭയിലുള്ളതെല്ലാം പുറന്തള്ളപ്പെടേണ്ടിയിരിക്കുന്നു.
മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് പുറത്ത് അറിയണം. അതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മൾ ഈ ധ്യാന നോയമ്പ് കാലഘട്ടങ്ങളിൽ കടന്നു പോകും, നമ്മൾ ചിന്തിക്കേണ്ട അതാണ്. നമ്മൾ വലിയ ആത്മീയത പറയും, നമ്മുടെ ക്രിസ്തുവിൻ്റെതല്ലാത്ത നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം കളയണം, പുറത്താക്കപ്പെടേണ്ടിയിരിക്കുന്നു, തകർക്കപ്പെടണം. ഈശോ തന്നെ ചെയ്യുന്നുണ്ട്. ഈശോ എന്താ ചെയ്തത്? ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് കയറുകയാണ്. ജെറുസലേം ദേവാലയമാണ്. പഴയ നിയമത്തിൻ്റെ നിയമാവലികളും അനുഷ്ഠാനങ്ങളും വളരെ കൃത്യതയോടെ പാലിച്ചുകൊണ്ടിരുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഈശോ ക്രിസ്തുവിൻ്റെതല്ലാത്തതെല്ലാം പുറത്താക്കപ്പെടുകയാണ്. ഈ ഒരു പുറത്താക്കൽ ചിലപ്പോൾ ഈശോ തന്നെ നടത്തും. ചില വിശുദ്ധീകരണങ്ങൾ ഈശോ തന്നെ നമ്മുടെ ജീവിതത്തിൽ സഭയിലൊക്കെ അനുവദിക്കും. ചില വിശുദ്ധീകരണങ്ങൾ കത്തോലിക്ക സഭയിൽ അനുവദിക്കും. നമ്മളതിനെ കടന്നു പോകേണ്ടത് വരും. അത് സഭയുടെ നാശമോ പരാജയമോ ഒന്നുമല്ല, സഭ നശിക്കാൻ പോകുന്നൊന്നുമല്ല. ചില വിശുദ്ധീകരണങ്ങൾ നടക്കും, ചില മാറ്റങ്ങൾ നടക്കും. നാശമായിട്ടല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് ഇതൊരു വിശുദ്ധീകരണമാണ്. ഈശോ ജെറുസലേം ദേവാലയം വിശുദ്ധീകരിച്ചതുപോലെ ഇതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒന്നും ദുരന്തങ്ങളല്ല, പരാജയങ്ങളല്ല, ഇത് ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈശോ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് കാലങ്ങളെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട് നിങ്ങൾ ആത്മീയതയെ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നില്ല? ആത്മീയത കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിക്കനുസരിച്ച് നമ്മുടെ ആത്മീയതയെ ക്രിസ്തുവിനെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എന്നാലേ മാറ്റങ്ങൾ സംഭവിക്കത്തുള്ളൂ. എൻ്റെ ജീവിതത്തിലും സഭയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കണം. അതിനാൽ സഭയിൽ ദൈവഹിതമല്ലാത്തതൊക്കെ നമുക്ക് പുറന്തള്ളക്കളയാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്തതൊക്കെ പുറന്തള്ളണം. അത് ഈ നോയമ്പ് കാലഘട്ടത്തിലൂടെ നമുക്ക് സംഭവിക്കണം. ഈശോയുടേതല്ലാത്തതെന്തും എൻ്റെ സന്യാസത്തിൽ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടോ? ഈശോയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈശോയുടേതല്ലാത്തത് ഞാൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ ഇവിടെ പറയുന്ന ഞാൻ എന്നെ സഹിതമാണ്, ഞാനും നമ്മളെല്ലാവരും ഇത് വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, വചനം നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം. അത് അധികാലത്തിൻ്റെ അടയാളം എന്നൊക്കെ വചനം പറയുന്നതാണ്, വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം. തീർച്ചയായിട്ടും ഈ വിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയുന്നത് നമുക്ക് വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. അശുദ്ധി ഉണ്ടോ? നമ്മൾ മറ്റാരെയും നോക്കണ്ട, എന്നിലേക്ക് നോക്കിയാൽ മതി. എന്നിൽ അശുദ്ധിയുണ്ടോ? വിശുദ്ധ സ്ഥലത്താണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അശുദ്ധിയുണ്ടോ? വിശുദ്ധി ഇത് തമ്മിലുള്ള വേർതിരിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. യെസ്, ഇത് നമ്മളൊരു വിചിന്തനത്തിനായിട്ട് അല്പം വിമർശാത്മകമായി ഇത് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ആത്മീയതയെ ഒരുപാട് വിമർശാത്മകമായി ചിന്തിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകത്തുള്ളൂ. വചനം 1 കൊറിന്തോസ് 1:23 വചനം എങ്ങനെയാണ്? യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഭോഷത്വമാണ് ഈ ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്നത്. ഭോഷത്വമാണ്. ചില ആളുകളൊക്കെ നമ്മളെ വിമർശിക്കുന്ന അകത്തോലിക്കരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മതസ്ഥരായിട്ടുള്ളവരൊക്കെ നമ്മൾ വിമർശിച്ച് പറയുന്നത്, പാവം ക്രിസ്ത്യാനികൾക്ക് അവരുടെ ദൈവത്തെ പോലും രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. ഇത് തന്നെയാണ് പറയുന്നത്, യഹൂദർക്ക് ഇടർച്ചയും വിജാതികർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഈ ക്രൂശിലേക്കുള്ള വളർച്ചയാണ് ഇവിടെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടത്. സഭയുടെയും സഭാ ശുശ്രൂഷകരുടെയും അഭിമാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ക്രൂശിതനായ ക്രിസ്തു ആണോ എന്നുള്ളതാണ്. ഞാനും നിങ്ങൾ ഒരുപോലെ ആത്മപരിശോധന ഉണ്ടെന്ന്. അഭിമാനത്തിന്റെ വിഷയം ക്രൂശിതനായ ക്രിസ്തു ആണോ? ഏത് കാര്യത്തിന്റെ മേന്മയിലാണ് ഞാൻ അഭിമാനിക്കുന്നത്? അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രൂശ് കൊണ്ട് അടുക്കുന്നുണ്ട്, ക്രൂശിതനായ ക്രിസ്തുവിൽ വിജയിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണോ? അതോ എൻ്റെതായ ഇഷ്ടങ്ങളുടെ മേലുള്ള വിജയമാണോ? അഭിമാന വിഷയങ്ങൾ മാറുന്നതനുസരിച്ച് അപകടങ്ങളാണ്. നമ്മുടെ സന്യാസ ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്, എൻ്റെ അഭിമാനത്തിൻ്റെ വിഷയം ക്രൂശിതനായ ക്രിസ്തുവിലുള്ള വിജയമാണോ എന്നുള്ളതാണ്. യെസ്, നമുക്ക് ചരിത്രങ്ങളൊന്നും അധികം കാലഘട്ടങ്ങളായിട്ടില്ല. നമ്മുടെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. ആദിമസഭ എന്നൊക്കെ പറയുന്നത് ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തും ജീവനുള്ള വന്യമൃഗങ്ങളുടെ മുന്നിലൊക്കെ എറിയപ്പെടുന്ന മനുഷ്യരുടെ കഥകൾ നമ്മൾ വായിച്ച് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവാം. ഇവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. ഈ പറയുന്ന എണ്ണയിലേക്ക് എറിയപ്പെടുന്ന ആൾ അല്ലെങ്കിൽ വന്യമൃഗത്തിന് മുന്നിലേക്ക് നിൽക്കുന്ന ഒരാളുണ്ട്. ഈ ആൾക്ക് ഒരു മൊമെന്റിൽ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നിവൃത്തികേടിന്റെ പുറത്ത് പെട്ടുപോയതിന്റെ പേരിലല്ല ഈ പറയുന്ന ആളുകൾ എണ്ണയ്ക്കകത്ത് വീണത്. നിസ്സഹായതയുടെ പേരിലല്ല മൃഗങ്ങളുടെ വായിക്കകത്ത് ഇവർ പെട്ടുപോയത്. ധീരതയോടുകൂടി ഇവർ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ക്രൂശിതനായ ക്രിസ്തുവിനുള്ള അഭിമാനം. സഭയുടെ വളർച്ചയുടെ അഭിമാനം നമ്മൾ കെട്ടിപ്പൊക്കുന്ന സഭയുടെ വളർച്ച, ആ വളർച്ച ഭൗതിക വളർച്ചയാണ്.
ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്കുള്ള വളർച്ചയാണ്. അതിൻ്റെ അകത്ത് മരണങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, ശൂന്യവൽക്കരണങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് പലപ്പോഴും നമുക്കെതിരെ ആളുകൾ നിൽക്കേണ്ടി വരും. നമ്മൾ നിസ്സഹായരായി മാറും, ഒറ്റപ്പെടുന്ന അനുഭവം ഉണ്ടാവാം. പക്ഷേ സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന, സഭ വളർന്നു വന്നതും ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ്, ഈ ഒരു ചരിത്രത്തിലൂടെയാണ്. കൊളോസ്യത്തിൽ വന്യമൃഗങ്ങൾക്കിടയിൽപ്പെട്ട മനുഷ്യർ, ഇവരൊന്നും സ്വയം പഴിച്ച് നിരാശപ്പെട്ട് മരിച്ചവരല്ല. ആത്മാഭിമാനത്തോടു കൂടി വിജയിക്കുന്നു എന്നുള്ള ഭാവത്തോടു കൂടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചവരാണ്. ഈ ഒരു മനോഭാവം ഈ കേരളത്തിൽ ജീവിക്കുന്ന എനിക്ക്, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ആത്മീയതയിൽ ഉണ്ടാകാൻ തുടങ്ങുമ്പോഴേ ഞാനും നിങ്ങളൊക്കെ ക്രിസ്തുവിൽ വിജയിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു മനോഭാവം ക്രിസ്തുവിന് വേണ്ടി ശൂന്യവൽക്കരിക്കപ്പെടുന്ന അത് എനിക്ക് സന്തോഷമായി മാറണം, അഭിമാനമായി മാറണം. നമ്മുടെ അഹത്തെയാണ് ഇത് കൂടുതൽ ചിന്തിക്കേണ്ടത്. എൻ്റെ അഹത്തിനെതിരായി, എൻ്റെ ഇഷ്ടങ്ങൾക്കെതിരായി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, തീരുമാനങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഇതിനെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നേരിടാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് വിജയം. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ അഹത്തെ ഉപയോഗിച്ച് വെല്ലുവിളികളൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്, സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ആ സന്യാസത്തിൻ്റെ പരാജയമായിട്ടേ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. യെസ്, ഇന്നും നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോയുടെ പേരിൽ ഒത്തിരി നമ്മുടെ ആളുകൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ മരിക്കപ്പെടുന്നുണ്ട്, മരണം സംഭവിക്കുന്നുണ്ട്. വളരെ കൃത്യമായ ഈ ദിനങ്ങളിൽ നടക്കുന്ന ചരിത്രങ്ങൾ നമുക്കറിയാം, നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അഭിമാനത്തിലേക്ക് കേരള കത്തോലിക്ക സഭ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സഭ ക്രിസ്തുവിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബാക്കി എല്ലാ വ്യർത്ഥ അഭിമാനങ്ങളും തകരണം. യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്കുള്ള, അതായത് യഥാർത്ഥ അഭിമാനം ക്രിസ്തു മാത്രമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും സഭയിലും ഒക്കെ. അപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് പരാജയങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാവാം. അത് മുഴുവനും ക്രിസ്തുവിൻ്റെ പരാജയമായിട്ടില്ല, ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഒരു ജീർണത പോലെ നമ്മളതിനെ കാണണം. ക്രിസ്തുവിൻ്റെ പരാജയമല്ല, സഭയുടെ പരാജയമല്ല, ശിഷ്യത്വം ജീവിക്കുന്നതിൽ വന്നുപോയിട്ടുള്ള നമ്മുടെ പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മറ്റാരെയും പഴിക്കാനോ മറ്റാരെയും വിമർശിക്കാനോ അല്ല, മറിച്ച് എൻ്റെ പിഴ പറയേണ്ട ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന നോയമ്പ് കാലഘട്ടം. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സമർപ്പണ ജീവിതത്തിൽ, എൻ്റെ വ്രത ജീവിതത്തിൽ ഈ ക്രിസ്തുവിനോട് എനിക്ക് എന്തുമാത്രം അനുരൂപപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ വ്രതങ്ങളെ നമ്മളെടുത്ത് ധ്യാനിക്കണം. ഇവിടെയൊക്കെ ക്രൂശീകരണം നടക്കുമ്പോഴേ, ഇവിടെയൊക്കെ എളിമപ്പെടൽ നടക്കുമ്പോഴേ, ഇവിടെയൊക്കെ ചെറുതാകലുകൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴേ ഈ ക്രൂശിതയിലുള്ള വിജയം എൻ്റെ സമർപ്പണ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അവിടെ എല്ലാം റിബലായി എതിർത്ത് നിന്നുകൊണ്ട് നമുക്കാരെയും ജയിക്കാൻ പറ്റത്തില്ല. പ്രത്യക്ഷത്തിൽ ജയിച്ചെന്ന് നമുക്ക് ചില മേഖലയിൽ തോന്നിയാമെങ്കിലും അത് ലോകത്തിന് മുന്നിലുള്ള ജയമാണ്, ക്രിസ്തുവിൻ്റെ ജയമല്ല. യെസ്, അപ്പോൾ അതിനാൽ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുക എന്നുള്ളതാണ്. സുവിശേഷം നമ്മൾ ഒരുപാട് ധ്യാനിക്കുന്നുണ്ട്. പറയാൻ എളുപ്പമാണ്, വചനം പറയാൻ നമുക്ക് എളുപ്പമാണ്. സുവിശേഷം ബൈബിൾ എടുത്ത് പറഞ്ഞാൽ മതി. പ്രഘോഷിക്കാൻ എളുപ്പമാണ്, ധ്യാനിക്കാൻ എളുപ്പമാണ്, വായിക്കാൻ എളുപ്പമാണ്. ഇത് ജീവിക്കാൻ പാടാണ്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. അത് ശൂന്യവൽക്കരണത്തിൻ്റെ സുവിശേഷമാണ്, എളുപ്പപ്പെടലിൻ്റെ സുവിശേഷമാണ്. ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ജീവിക്കുന്നവരാ, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ പ്രഘോഷിച്ച് മടുത്ത, ധ്യാനിച്ച് മടുത്ത സുവിശേഷം ജീവിച്ചു തുടങ്ങണം. അവിടെ ഇതിനൊക്കെ അർത്ഥമുള്ളൂ. ജീവിതത്തിലേക്ക് വരാൻ ഈ വചനം നമുക്ക് വരണം. അത് ശൂന്യവൽക്കരണമാണ്, ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണം. അതൊരു കേവലം ഒരു പുണ്യമോ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഘടകമോ ആയിട്ട് മാത്രം ഈ ശൂന്യവൽക്കരണത്തെ കാണരുത്. എൻ്റെ അഹത്തെ ഈ ശൂന്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഒരു സന്യാസിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന എക്സിസ്റ്റൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാം. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിലേക്കൊക്കെ വിരച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഈ വ്രതങ്ങളെല്ലാം. അത് ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതാണ്. അവിടെ എനിക്ക് വിജയിക്കാൻ സാധിക്കണം. നമ്മൾ ഒന്നുചേർന്ന് അതിലേക്ക് വളരണം. അതിൽ ക്രിസ്തുവിലേക്ക് നമ്മൾ ധ്യാനിക്കണം. ക്രിസ്തുവിൻ്റെ കുരിശ് മാത്രമല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്, കുരിശിൻ്റെ ഭാഗം മാത്രമാണ് നമ്മളെടുത്ത് ധ്യാനിച്ചത്. ഈ ശൂന്യവൽക്കരണം. ഈശോ എന്ന് പറയുന്ന വ്യക്തി പിതാവിൻ്റെ അതേ മഹത്വത്തിൽ സർവ്വസമ്പന്നനായിരുന്നവൻ ഒരു മനുഷ്യനായി തീരുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വലിയ ശൂന്യവൽക്കരണമല്ലേ? ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ എല്ലാ അതിസ്വാഭാവിക ശക്തികളും ഉൾക്കൊള്ളുന്ന ദൈവം അതതിൻ്റെ അതേ മഹത്വത്തിൽ നിന്നിട്ട് മനുഷ്യനായി തീരുകയാണ്. നമ്മൾ നോക്കി, നമുക്കൊരു അതിസ്വാഭാവിക ശക്തി ദൈവത്തിൻ്റെ തലത്തിൽ ഞാൻ നിന്നിട്ട് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അതിന് താഴ്ന്ന തലമാണ് മാലാഖമാർ, അതിന് താഴ്ന്ന തലമായ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഈ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ഭയങ്കര ശൂന്യവൽക്കരണമാണ്. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു,
എന്ന് ഫിലിപ്പിയർക്ക് വചനം പറയുന്നതാണ് ഈ ശൂന്യവൽക്കരണം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു സ്വീകരിച്ച ശൂന്യവൽക്കരണമാണ്. ദൈവത്തിൻ്റെ എല്ലാ കഴിവുകളും നിലനിന്നിരുന്ന ദൈവം ഒരു മനുഷ്യനായിട്ട് ചുരുങ്ങുകയാണ്. മനുഷ്യനായിട്ട് ചുരുങ്ങി അതുകൊണ്ട് തീരുന്നില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ അതിദാരുണമായ ശപിക്കപ്പെട്ട മരണം, അതാണ് കുരിശുമരണം. അത് ഈശോ സ്വീകരിക്കുകയാണ്. അതായത് അവൻ ഭൂമിയിൽ പോലും കിടന്ന് മരിക്കാൻ അവന് യോഗ്യതയില്ല. ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ വേണം അവൻ ചാകാൻ. അത്ര ദുരന്തം, അത്ര ശാപം പിടിച്ച മരണമായിട്ടാണ് ഈ കുരിശുമരണത്തെ കണ്ടിരുന്നത്. അത് ഈശോ സ്വീകരിക്കുകയാണ്. നോക്കിയേ, ദൈവം മനുഷ്യനായി, മനുഷ്യൻ ഇതാ വീണ്ടും മനുഷ്യൻ്റെ തലയിൽ ഏറ്റവും താഴ്ന്നവനായിട്ട് മാറുകയാണ്. വീണ്ടും ഈശോയുടെ കുരിശ് ശൂന്യവൽക്കരണത്തെ നമ്മൾ ധ്യാനിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ധ്യാനിച്ചാൽ നമുക്ക് ഒരു വിധത്തിൽ ഒത്തുപിടിയും കിട്ടാത്ത ഈശോയുടെ ശൂന്യവൽക്കരണമാണ് കുർബാനയിലെ ശൂന്യവൽക്കരണം എന്നൊക്കെ പറയുന്നത്. ആ ഈശോയും ഈ ഈശോയും തമ്മിൽ എന്താ വ്യത്യാസം? പിതാവിൻ്റെ സർവ്വമഹത്വത്തിലായിരിക്കുന്ന ഈശോയും ഇന്നത്തെ കുർബാനയിലെ ഈശോയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ശൂന്യവൽക്കരിക്കപ്പെട്ട ഈശോ ഇപ്പൊ നോക്കിയേ വളരെ നിസ്സഹായനായിട്ടാണ് വിശുദ്ധ കുർബാനയിലായിരിക്കുന്നത്. ആരെങ്കിലും എടുത്ത് മാറ്റിയാൽ മാറാം. ഒരു വസ്തുവിലേക്ക് ചുരുങ്ങുക എന്ന് പറയും. ആ ശൂന്യവൽക്കരണം നമുക്ക് എന്തുമാത്രം ധ്യാനിച്ചാലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ എല്ലാ സമാനതകളും, ദൈവത്തിൻ്റെ എല്ലാ അതിസ്വാഭാവിക ശക്തിയും ഉള്ള ആ ദൈവം ഒരു വസ്തുവായിട്ട് മാറുക, ജീവനുള്ള അപ്പം. ധ്യാനിച്ചാലും മതി വരാത്ത വലിയ ചിന്തകൾ, വലിയ ആശയങ്ങളാണ്. അത്രമാത്രം ശൂന്യവൽക്കരിക്കപ്പെടുകയാണ് ഈശോ എന്ന് പറയുന്നത്. ഇപ്പോഴും ഈശോ കുർബാനയായിട്ട് മാറിയിരിക്കുക. ഇപ്പോഴും ഈശോ കുർബാനയാണ്. ആ ശൂന്യവൽക്കരണം, ആ ശക്തി എല്ലാം ഈ കുർബാനയിൽ ഉണ്ടെന്നുള്ള, ആ ഈശോ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എന്തുമാത്രം ധ്യാനിച്ചാലും നമുക്ക് ഈ ശൂന്യവൽക്കരണത്തിൻ്റെ അർത്ഥം മനസ്സിലാകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അടിസ്ഥാന എക്സിസ്റ്റൻഷ്യൽ പ്രിൻസിപ്പിളാണ് ഈ ശൂന്യവൽക്കരണം എന്ന് പറയുന്നത്. എളുപ്പപ്പെടുക എന്ന് പറയുന്നത്, നമ്മുടെ അകത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത്. അവിടെ ക്രൂശിതത്തിൽ വിജയമുള്ളൂ, അവിടെ നമ്മുടെ സന്യാസത്തിൽ വിജയമുള്ളൂ. അതിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ സമർപ്പണ ജീവിതം. അവിടെ നമ്മൾ ആ വിജയം വരിക്കാൻ ഞാനും നിങ്ങളും ഒരുപോലെ പരിശ്രമിക്കുമ്പോൾ മാത്രമേ സന്യാസത്തിന് വിജയമുള്ളൂ. ഈശോയിലേക്കുള്ള വളർച്ച വിജയം. സന്യാസത്തിന് മാത്രമല്ല, കത്തോലിക്ക സഭയുടെ ആത്മീയതയിൽ എല്ലാം വിജയം അവിടെയാണ്. ക്രിസ്തുവിലേക്ക് വളരുമ്പോഴാണ്, ക്രിസ്തുവിൻ്റെ ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ്. അത് കുരിശാണ്. കുരിശിലെ മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഈ ശൂന്യവൽക്കരണമാണ്. അതുകൊണ്ടാണ് ലൂക്ക 9:23 ഈശോ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിക്കണം. എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിക്കണം. ഈ ശൂന്യവൽക്കരണമാണ്. തന്നെ പരിത്യജിക്കുക, തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കുക. ഈശോ വീണ്ടും യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യോഹന്നാനിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. അഴിയപ്പെടലാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ ശൂന്യവൽക്കരണമാണ്. അഴിയണം. ഈ അഴിഞ്ഞാലേ ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഈ അഴിയപ്പെടുന്ന അവസ്ഥയാണ് ഈ ശരിക്കും നമ്മൾ ഈ വ്രതങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രൂശിതയിലേക്കുള്ള വളർച്ചയാണ്. അത് അഴിയപ്പെടല, അത് കുരിശെടുക്കല, തന്നെ പരിത്യജിക്കലാണ്. തൻ്റെ അകത്തെ പരിത്യജിക്കലാണ്. അതാണ് ഈ ക്രൂശിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ്. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം. അൽഫോൻസാമ്മയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വലിയ പ്രാർത്ഥനയ്ക്കകത്തുള്ള ഒരു പ്രാർത്ഥനയാണ്. ഓ ഈശോനാഥ, അങ്ങ് ദിവ്യഹൃദയത്തിൽ മുറിവിൽ എന്നെ മറക്കണേ എന്ന് പറയുന്ന തുടങ്ങുന്ന പ്രാർത്ഥനയുടെ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് നമ്മൾ. ഇവിടെ അൽഫോൻസാമ്മ പറയാണ്, കീർത്തിയും ബഹുമാനവും സമ്പാദിക്കുന്നതിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ഇതാണ് ക്രൂശിതയിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് വിരോധാഭാസങ്ങളാണ്. മനുഷ്യനിങ്ങനെ സന്യാസം സ്വീകരിച്ചിട്ട് ഓടുകയാണ്, കീർത്തിയും ബഹുമാനവും സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഞാനും നിങ്ങളും എല്ലാം പരക്കുപ്പായിയാണ്. കീർത്തിയും ബഹുമാനം സമ്പാദിക്കാനായിട്ടുള്ള നേട്ടോട്ടം. അവിടെ അൽഫോൻസാമ്മയെ പോലെയുള്ള വിശുദ്ധര് പറയാണ്, കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമം, അതിൽ നിന്ന് എന്നെ രക്ഷിക്കണം. നമ്മുടെ അകത്തിൻ്റെ ഒരു പ്രേരണയാണ്. എങ്ങനെയും ഞാൻ വിജയിക്കണം, എനിക്ക് കീർത്തി കിട്ടണം, എനിക്ക് ബഹുമാനം കിട്ടണം. ഇത് ക്രൂശിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇല്ലായ്മ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഒരു വചനം കൂടെ തരാം. 2 Corinthians 11:3. 2 Corinthians 11:3 വചനം എങ്ങനെയാണ്? വചനം എടുക്കാം. 2 Corinthians 11:3.
എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ചിന്തിക്കണം. സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിൽ നിന്ന് വിശുദ്ധിയിൽ നിന്നും എൻ്റെ ചിന്ത വ്യതിചലിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം, ഈ സർപ്പത്തിൻ്റെ ചതി എൻ്റെ ജീവിതത്തിൽ വന്നു. സർപ്പത്തിൻ്റെ തന്ത്രത്തിൻ്റെ പിടിയിലാണ് ഞാൻ. ക്രിസ്തുവിൽ നിന്നാണ് നീ. ക്രിസ്തുവിൻ്റെ ചിന്തയിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിൽ നിന്നും, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുന്ന ചിന്തയിലാണ് ഞാൻ ആയിരിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ഈ സർപ്പത്തിൻ്റെ കീഴിൽ, അവൻ്റെ തന്ത്രത്തിൻ്റെ വലയിൽ. ആദ്യ മാതാപിതാക്കന്മാരുടെ അതേ കാര്യം നമ്മൾ ആവർത്തിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ചിന്തയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ സർപ്പത്തിൻ്റെ പിടിയിലാണ് ഞാനെന്നാണ് 2 Corinthians 11:3. സർപ്പ ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് സഭയെ ഗ്രസിക്കേണ്ടത് ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിതനിൽ എങ്ങനെയും മഹത്വം പ്രാപിക്കണമെന്നുള്ള ചിന്തയായിരിക്കണം. എന്നെയും ഗ്രസിക്കേണ്ട, എൻ്റെ ആത്മീയതയിൽ എന്നെ ആകുലപ്പെടുത്തേണ്ട ചിന്ത എന്ന് പറയുന്നത് ഈ ക്രൂശിതനിൽ വിജയം വരിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കണം. അതെന്ന് പറയുന്നത് ലോകത്തിൽ നിന്നുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എൻ്റെ അഹത്തിനെതിരായിട്ടുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇല്ലായ്മകളിലൂടെ കടന്നു പോകേണ്ടി വരും. അവിടെ ഈ മഹത്വം, ഈ വിജയം, ക്രൂശിതനുള്ള വിജയം എനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. യെസ്, ക്രിസ്തു ക്രൂശിലായിരുന്ന നിമിഷമാണ് സഭയുടെ ഏറ്റവും അനുഗ്രഹമായ നിമിഷം. നമ്മുടെ ജീവിതത്തിലും ഞാൻ ക്രൂശിക്കപ്പെടുന്ന നിമിഷമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായ നിമിഷമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഞാനിങ്ങനെ സഹനത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. ഒറ്റപ്പെടലിൻ്റെയും മുറിപ്പെടുത്തലിൻ്റെയും ഇടയിലൂടെ, കുറ്റപ്പെടുത്തലിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിലാണ് ഞാനിങ്ങനെ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടി വരും. അതിനെ നമ്മൾ ലോകത്തിൻ്റെ ന്യായങ്ങളും ലോകത്തിൻ്റെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് വിജയം ഭരിക്കാനായിട്ട്, ഞാൻ ശ്ലോകത്തിന് വേണ്ടിയിട്ട് വിജയം ഭരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ശൂന്യവൽക്കരണം ആദർശമായി മാറണമെന്നുള്ളതാണ്. ഇന്ന് നോയമ്പുകാലത്ത് ക്രിസ്തുവിലേക്ക് വളരുക, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ആഴമേറിയ ബന്ധം നമ്മൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ശൂന്യവൽക്കരണം എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് ആദർശമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിഷയമായിട്ട് മാറണം. അങ്ങനെ ചെയ്താലേ നമ്മുടെ സഭാ ശുശ്രൂഷ മേഖലകളിലും സഭയുടെ മേഖലകളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ്. യെസ്, നമുക്കറിയാം, സഭയിൽ ഏതെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ആളുകളെല്ലാം സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട ആളുകളാണ്. സഭയിൽ ഒരുപാട് റിന്യൂവൽ നടത്തിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ, മാനസാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഓരോ കാലഘട്ടങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. അത് സഭയുടെ വലിയ അധികാര ശ്രേണിയിൽ നിന്നൊന്നുമല്ല, ഏതെങ്കിലുമൊക്കെ ലാളിത്യത്തിൽ ഉള്ള സ്വയം ശൂന്യവൽക്കരിച്ച വിശുദ്ധരിൽ നിന്നാണ്. ഒരു കാലഘട്ടത്തിൽ സഭ നശിച്ചപ്പോഴാണ് ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന 2ാം ക്രിസ്തു ഇങ്ങനെ രൂപപ്പെടുന്നത്. അദ്ദേഹം ഇങ്ങനെ സ്വയം ശൂന്യവൽക്കരിച്ച് സ്വയം ഇല്ലായ്മ ചെയ്ത് ഒന്നുമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിലൂടെ ദൈവം അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ഒരു ഒറ്റ വ്യക്തിയിലൂടെ എന്തുമാത്രം ആൾ വിശുദ്ധരാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും എന്തുമാത്രം ആളുകളാണ് ഈ പറയുന്ന കാര്യശത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം കോൺഗ്രിഗേഷൻസ് ഈ പറയുന്ന ഒരാളുടെ കാര്യശത്തിൽ രൂപം കൊണ്ടു. ഇതുമാത്രം സഭ ഇപ്പോഴും വിശുദ്ധരെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ലാളിത്യത്തിലേക്ക്, ഈ ശൂന്യവൽക്കരണത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ മാത്രമേ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അത് റിയലായിട്ട് ഒരു മാറ്റം സഭയിൽ കൊണ്ടുവരാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ നമ്മൾ നടത്തുന്ന പ്രഘോഷണങ്ങളോ ജീവിതമില്ലാത്ത വചന പ്രഘോഷണങ്ങൾക്കൊന്നും ആരെയും മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ല. പ്രഘോഷണങ്ങൾ കൊണ്ട് മാത്രം അത് അവസാനിക്കും. കേൾവിക്കാർക്ക് ഇമ്പമാണ്, കേൾക്കാൻ കൊള്ളാം, ആശയങ്ങളുണ്ടാവും, മാനസാന്തരങ്ങൾ വരത്തില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം മാറ്റം വരണം എന്നുള്ളതാണ് ക്രിസ്തുവിലേക്ക് വളരുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. യെസ്, ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഡീക്കൻ ലോറൻസ് എന്ന് പറയുന്ന ഡീക്കൻ, അദ്ദേഹം ആദിമസഭയിൽ മതപീഡനം നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ മാർപ്പാപ്പ 6th ദ്വിതീയൻ എന്ന് പറയുന്ന മാർപ്പാപ്പയെ പോലും മതപീഡന ആളുകൾ കൊല്ലുകയാണ്, വധിക്കുകയാണ്. മാർപ്പാപ്പ വധിക്കപ്പെടുകയാണ് മതപീഡന ആളുകളുടെ മുന്നിൽ, സഭാവിരോധികളുടെ മുന്നിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ അതിനുശേഷം സഭയുടെ കാര്യങ്ങൾ, അതായത് സഭയുടെ പണവും പണസംബന്ധമായ കാര്യങ്ങളും അക്കാലത്ത് കൈകാര്യം ചെയ്യുന്ന ഡീക്കന്മാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡീക്കനാണ് ഡീക്കൻ ലോറൻസ്. ഈ ഡീക്കൻ ലോറൻസിനെ ഈ പറയുന്ന ആളുകൾ ഭീഷണിപ്പെടുത്തി വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സഭയുടെ മുഴുവൻ സ്വത്തും കൊണ്ടുവന്ന് തരണമെന്ന് പറയാണ്.
മാർപ്പാപ്പയെ കൊന്നിട്ട് പറയാണ്, സഭയുടെ മുഴുവൻ സ്വത്തും കത്തോലിക്ക സഭയുടെ മുഴുവൻ പണവും ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പറയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എനിക്കൊരു 3 ദിവസത്തെ സമയം തരണം, 3 ദിവസത്തെ സമയം ആവശ്യപ്പെടുകയാണ്. സമ്മതിച്ചു. എന്നിട്ട് ഈ ഡീക്കൻ പോയി ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ ഈ പണം, സഭയുടെ ക്യാഷായിട്ടുള്ള പണം മുഴുവനും ഇദ്ദേഹം അവിടെയുള്ള എല്ലാ പാവപ്പെട്ടവരെയും വിളിച്ചിട്ട് കൊടുക്കുകയാണ്. മുഴുവൻ പണവും വിറ്റ് കൊടുത്തു തീർക്കുകയാണ്. 1 രൂപ പോലും സഭയ്ക്ക് ഇല്ലാത്ത പോലെ മുഴുവൻ കാശ് കൊടുത്തിട്ട് ഇദ്ദേഹം ഈ പറയുന്ന പാവപ്പെട്ടവരെ ആയിക്കൊണ്ട്, സഭയുടെ സമ്പത്ത് ഈ പാവപ്പെട്ടവരെ ആയിക്കൊണ്ട് ഇദ്ദേഹം ഇവരുടെ മുന്നിൽ ചെല്ലുകയാണ് 3-ാമത്തെ ദിവസം. ഇതാണ് സഭയുടെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. സഭയുടെ സമ്പത്ത് ഇവരാണ്. സഭയുടെ സമ്പത്ത് ഈ പാവപ്പെട്ടവരാണ്. ഇത് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടാകുന്നത്. സഭയുടെ സമ്പത്ത് ഏതാണെന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സമ്പത്തായിട്ട് മാറേണ്ടത് ഏതാണെന്നുള്ളതാണ്. സഭയുടെ സമ്പത്ത് ഈ പാവപ്പെട്ടവരായിട്ട് മാറുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയിലും ഒക്കെ മാറ്റം വരേണ്ടത്. ദൈവജനമാണ് യഥാർത്ഥ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ദൈവജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധിയാണ് യഥാർത്ഥ സഭയുടെ പണം എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത്, നിക്ഷേപം എന്ന് പറയുന്നത് അതാണ്. അതിലേക്ക് ശുശ്രൂഷ രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അതിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ദൈവം വിളവധികം വേലക്കാരോ ചുരുക്കം. ഈ വിളവിൻ്റെ വേലക്കാരായിട്ട് വേണ്ടവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ പ്രാർത്ഥന, കർത്താവ് ശംശ പ്രാർത്ഥിച്ച് വിളിക്കപ്പെട്ടവരാണ്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം. അതിന് കാരണം ഈശോ പറയുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് മുന്നിൽ ഇവരിങ്ങനെ ഇടയനില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരായിട്ട് നിൽക്കുക. ആർക്കൊക്കെയോ ഇടയന്മാരായി മാറേണ്ട, ഏതൊക്കെയോ ദൈവജനത്തിന് പരിഭ്രാന്തി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വിളി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്രൂശിതനായ കർത്താവിലേക്ക് വളരുക, ക്രൂശിതനിലേക്ക് വളരുക, ഈ ശൂന്യവൽക്കരണത്തിലേക്ക് വളരുക എന്നാണ്. ഏറ്റവും ആദ്യം നമ്മൾ കേട്ട വചനം എഫെസോസ് 4 അതിൻ്റെ 15 വചനം ഇപ്രകാരമാണ്: സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലും ശിരസ്സായ ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ നോയമ്പുകാലത്തിൽ നമ്മുടെ ജീവിതം ഈ ക്രിസ്തുവിലേക്കുള്ള വളർച്ച എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് നമുക്ക് ധ്യാനിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടത് ക്രൂശിതനായ കർത്താവാണ്. അതെൻ്റെ ജീവിതത്തിലെ ശൂന്യവൽക്കരണമാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. കർത്താവായ ഈശോയെ, ഈ ഒരു മണിക്കൂറുകളിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഈ ക്രൂശിതനായ കർത്താവുമായിട്ട് ഇങ്ങനെ തട്ടിച്ച് നോക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഒരുപാട് കുറവുകളും ഒരുപാട് ബോധ്യങ്ങൾ തെറ്റുകളാണെന്നും കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. ഈശോയിലേക്ക് വളരുവാൻ, എൻ്റെ അഹത്തെ ത്യജിച്ചുകൊണ്ട്, എൻ്റെതായ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എളിമയുടെ തലത്തിൽ ക്രൂശിതനെ കൂടുതൽ സ്നേഹിക്കുവാൻ, ക്രൂശിതനായ കർത്താവിലേക്ക് വളരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. കണ്ണീരിൻ്റെ കാലങ്ങളിൽ കാരുണ്യത്തിൻ്റെ സ്പർശമേകണേ തമ്പുരാനെ. എൻ്റെ കണ്ണീരൊക്കെ തുടച്ച് അവിടുത്തെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഭാവങ്ങളെ അവോളം അനുഭവിക്കാൻ വേണ്ടി കൃപയേകണേ ഈശോയെ. വർണ്ണനീയമായ സ്നേഹത്തെ ഓർത്ത് പ്രാർത്ഥനയോടെ ഞങ്ങളെ കാത്തിരുന്നു. കണ്ണീരിൻ കാലങ്ങളിൽ കാരുണ്യത്തിൻ സ്പർശം നൽകി
കണ്ണീർ തുടച്ചിടുന്നൻ പൊന്നു തമ്പുരാൻ. കണ്ണീരിൻ കാലങ്ങളിൽ കാരുണ്യത്തിൻ സ്പർശം നൽകി കണ്ണീർ തുടച്ചിടുന്നൻ പൊന്നു തമ്പുരാൻ. ആ സ്നേഹമവർണ്ണനീയം, ആ സ്നേഹമചഞ്ചലം, ഒരു നാളും പിരിയാത്ത ദൈവസ്നേഹസാഗരം. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. സ്വന്തബന്ധങ്ങളെക്കാളും സ്വത്വസുഖങ്ങളെക്കാളും ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ രക്ഷയുണ്ടെന്നറിയാൻ കൃപയേകണേ തമ്പുരാനെ. പിരിയാതെ കൂടെയായിരിക്കണേ ഈശോയെ, കാക്കണേ, കരുതണേ കൺമണിയായി. സ്വന്ത ബന്ധമോർക്കുന്നില്ല, സ്വത്തു സുഖമോർക്കുന്നില്ല, കർത്താവിൻ കരം കീഴിൽ രക്ഷയുണ്ടെന്നോർത്തിടുന്നു. സ്വന്ത ബന്ധമോർക്കുന്നില്ല, സ്വത്തു സുഖമോർക്കുന്നില്ല, കർത്താവിൻ കരം കീഴിൽ രക്ഷയുണ്ടെന്നോർത്തിടുന്നു. ആ സ്നേഹം പിരിയുകില്ല, ആ സ്നേഹം വിളിച്ചിടുന്നു. കരുതുന്നവൻ കൺമണിയായി നെഞ്ചോടു ചേർക്കുന്നു. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ അറിയാൻ, ക്രിസ്തുവിനെ അനുഭവിക്കാൻ, അങ്ങനെ ഒരനുഗ്രഹമായി മാറാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിലൂടെ ലോകത്തിന് ക്രിസ്തുവിനെ പകർന്നേകാൻ തക്കവിധം ശരീരവും മനസ്സും ആത്മാവും ചിന്തയും രൂപാന്തരപ്പെടുത്താൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറെ അനുഗ്രഹത്തോടുകൂടെ ഈ നോമ്പ് കാലത്ത്
എൻ്റെ സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ ക്രിസ്തുബന്ധത്തെ ആത്മശോധനാ വിഷയമാക്കി അനുഗ്രഹത്തോടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നമുക്കോരോരുത്തർക്കും ദൈവതിരുമുമ്പിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. എഫെസോസ് ലേഖനം 4:11 മുതൽ നാം വായിച്ചില്ലേ? ക്രിസ്തുവിലേക്കുള്ള അറിവ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ക്രിസ്തുവിൽ എത്താൻ നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി ജീവിക്കുന്നവനെ മനസ്സിൽ പ്രാർത്ഥനയോടെ ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറട്ടെ. നല്ല തമ്പുരാനെ, അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആനുപാതികമായ നന്മയിലൊക്കെ വ്യാപരിക്കാൻ കൃപ തൂകണമേ. 45-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വചനം ഞങ്ങളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം, നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നും ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നീതിയെ സ്നേഹിച്ചാൽ, ദുഷ്ടതയെ വെറുത്താൽ ദൈവം പ്രത്യേകം ഉയർത്തും. സന്യാസം പ്രത്യേകമാം വിധം വിളികിട്ടിയ ഒരു ജീവിതാന്തസ. അൾത്താരയിൽ ആനന്ദം കണ്ടെത്താൻ. അതുകൊണ്ടാണ് പതിരപ്പിയ പുണ്യവൻ പറഞ്ഞത്, ലോകത്തിൻ്റെ മുഴുവൻ ആനന്ദങ്ങളും അനുഭവിച്ചുകൊണ്ട് 1000 ആണ്ട് ജീവിക്കുന്നതിലും എനിക്ക് പ്രിയങ്കരം ദിവ്യകാരുണ്യ സന്നിധിയിൽ 1 മണിക്കൂറായിരിക്കണം. ഡോൺ ബോസ്കോ പുണ്യവൻ പറഞ്ഞില്ലേ, നിനക്കെന്തുമാത്രം അനുഗ്രഹം ആവശ്യമുണ്ടോ അതിനനുപാതികമായിട്ടു നീ അവിടുത്തെ സന്നിധാനത്ത് ചെലവഴിക്കണം. സ്വയേ ഞങ്ങളെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 16:11 പറയുന്നുണ്ട്, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അവിടുത്തെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. 4-ാം സങ്കീർത്തനം 7-ാം തിരുവചനം ഓർമ്മപ്പെടുത്തും, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലും അധികം ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. അൾത്താരയോട് ചേർന്ന് വിശുദ്ധീകരണ വഴികളെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിയുമ്പം നാം പോലും അറിയാതെ എത്തി നിൽക്കുന്നത് ഈ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഇടത്താണ്. 57-ാം സങ്കീർത്തനത്തിൻ്റെ 4-ൽ വചനം പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. തമ്പുരാനെ, സന്യാസം ഈ ആനന്ദത്തെ അറിയുന്ന, അനുഭവിക്കുന്ന, ആനുപാതികമായി ജീവിക്കുന്ന സങ്കേത സ്ഥലമാണെന്നറിയുകയാണ് ഞങ്ങൾ. 2 പത്രോസ് 1:3 ഞങ്ങൾ കേട്ടില്ലേ, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. വന്നു കയറിയതോ ഗതികേടുകൊണ്ട് എത്തിപ്പെട്ടതോ ഒന്നുമല്ല. വിളിച്ചവൻ അപൂർണ ബോധ്യത്തോടെ നാഥനോടൊപ്പം നമുക്കും ജീവിതത്തെ കൊടുത്തുകൊണ്ട്, നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ സന്യാസമെന്ന സ്വർഗത്തിൻ്റെ സ്വപ്നത്തെ ക്രിസ്തു അറിയപ്പെടാൻ, ക്രിസ്തുവിനെ അറിയാൻ, ആഴമുള്ള ആത്മബന്ധങ്ങളെ ജീവിതത്തിൻ്റെ കർമ്മവീഥിയിൽ പകുത്തേകാൻ തക്കവിധം ജീവിതത്തെ ഏറ്റെടുക്കണമേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ശിവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ബന്ധങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ വഴികളെ അനുഗ്രഹമാക്കണമേ, ഞങ്ങളുടെ ജീവിതാന്തസ്സിനെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, കുറവുകളെ നിറവുകളാക്കണേ, ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവേ, ഈശോയെ നിനക്ക് പ്രീതികരമായ ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ വഴികളിൽ ഞങ്ങളെ നീ കൂടെ നടത്തി, വഴി നടത്തി അനുഗ്രഹിക്കണേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതാന്തസ്സിനെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ അനുഗ്രഹങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. വിശുദ്ധ പത്രോസ് ക്രിസ്തു ആരെന്ന് മത്തായി സുവിശേഷം 16:16
ഏറ്റുപറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ഇന്നും ജീവിക്കുന്നവനാണ് നമ്മുടെ തമ്പുരാൻ. എന്നിലൂടെയാണ് തമ്പുരാൻ ജീവിക്കേണ്ടത്. സൊഡാലിറ്റി സംഘടന, CLC എന്നൊക്കെ തൃശ്ശൂർ ഭാഗത്ത് വിളിക്കുന്ന സംഘടനക്കാരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ക്രിസ്തുവിനിന്ന് സഞ്ചരിക്കാൻ പാദങ്ങളില്ല എൻ്റേതല്ലാതെ, അനുഗ്രഹിക്കാൻ കരങ്ങളില്ല എൻ്റെ കരങ്ങളല്ലാതെ, നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കാനായിട്ട് സാധ്യതകളില്ല എന്നിലൂടെയല്ലാതെ, കേൾക്കാനും സംവദിക്കാനുമൊക്കെ എന്നെ കൊടുക്കുന്ന ഒരു ആത്മസമർപ്പണമാണ് സന്യാസം. എൻ്റെ ജീവചരിത്രം ക്രിസ്തു എഴുതട്ടെ. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എഫെസ്യോസ് ലേഖനം 3:3 വെളിപാട് വഴിയാണ് എനിക്ക് ഈ രഹസ്യങ്ങൾ വെളിവായത് എന്ന് വിശുദ്ധ പൗലോസ് പറയും. വെളിപാടിൻ്റെ മുൻപിൽ ഒരു സമർപ്പണത്തിൻ്റെ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധമായ ഒരു പാത്രത്തിൻ്റെ ഭാവത്തോടു കൂടെ നമുക്ക് വ്യാപരിക്കാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് ഓർമ്മിക്കണം, ഈ ദൈവദർശനത്തിൻ്റെ മുൻപിലാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ തക്ക വിധമുള്ള ആത്മബലത്തിലേക്ക് നമ്മൾ എത്തുക. വെറുതെ ജീവിച്ചു കടന്നുപോയത് കൊണ്ട് ഗുണമില്ല. എൻ്റെ ജീവിതം ഏതു പ്രതിസന്ധി ഘട്ടത്തിലും വളരെ അനുഗ്രഹത്തോടെ തമ്പുരാൻ്റെ മുമ്പിൽ ഏറെ അഭിഷേകത്തോടെ ജീവിക്കാൻ സന്നദ്ധമാകണം. അതാണ് സന്യാസത്തിൻ്റെ വിലയും നിലയും. അതുകൊണ്ടല്ലേ മിഷൻ മേഖലയിലൊക്കെ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എത്ര ഉറപ്പോടുകൂടിയിട്ട ക്രിസ്തു സാക്ഷികളായി സമർപ്പിത ജീവിതങ്ങൾ വ്യാപരിക്കുന്നത്. നമുക്ക് വലിയ അത്ഭുതം തോന്നും അത്തരം ജീവിതങ്ങളെ കാണുമ്പോൾ. പരിമിതമായ സാഹചര്യത്തിൽ ഒന്നുമില്ലാതിരിക്കെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മണ്ടത്തരം എന്ന് പറയുന്ന തീരുമാനങ്ങളൊക്കെ എടുത്ത് സമർപ്പിത ജീവിതങ്ങൾ നമുക്ക് മുൻപേ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെ നൽകുമ്പം നമുക്ക് ഈശോയോട് പറയാം, വിളിച്ചവനോട് വിശ്വസ്തതയോടെ ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി സ്വർഗം സ്വപ്നം കണ്ട അവസ്ഥയിലേക്ക് എൻ്റെ സന്യാസ ജീവിതം രൂപാന്തരപ്പെടട്ടെ. എൻ്റെ സഭാ സമൂഹത്തിന് അത്തരം മാറ്റത്തിൻ്റെ സാധ്യതകൾ ഉണ്ടാവട്ടെ. എൻ്റെ ഈശോ എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. എൻ്റെ ഈശോ എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. എന്നുള്ളിൽ വന്നു വസിച്ചിടാനായി, എന്നോടൊപ്പം ഭുജിച്ചിടാനായി, എന്നെ പൂർണ്ണമായി മാറ്റിടാനായി എന്നെ തേടി വന്നു. എൻ്റെ ഈശോ എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. എന്നെ തേടി വന്ന, എന്നെ സ്വന്തമാക്കിയ, തമ്പുരാൻ്റെ കൂടെ ജീവിക്കാനായിട്ടുള്ള വഴികളും സാധ്യതകളും എനിക്കായിട്ട് വെളിപാടിലൂടെ വെളിവാക്കി തരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസ്ലീഹയുടെ 2-ാം ലേഖനത്തിൻ്റെ 3:18 അറിവിലും കൃപയിലും വളരണം എന്ന് വിശുദ്ധ പത്രോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സന്യാസം ഇങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ വളരേണ്ട ഇടവ. ഈ നോമ്പുകാലത്ത്
എനിക്കെൻ്റെ തമ്പുരാനെ അറിയാം അറിയാം എന്ന് ആവർത്തിച്ച് പറയുകയല്ലാതെ ശരിക്കും അറിയാൻ തക്ക വിധം ഞാൻ എന്തു ചെയ്യുന്നു? ഓർക്കണം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എനിക്ക് സ്വീകാര്യൻ. ഈശോ നമ്മളോട് പറയുന്നുണ്ട്, വാതിലടച്ചകത്ത് പ്രവേശിച്ച് കഴിയുമ്പം അറിവിൻ്റെ കണക്ക് പുസ്തകങ്ങളെ ആവർത്തിച്ച് അവിടുത്തെ മുമ്പിൽ തുറന്നു വായിച്ചാലും മറുപടി ഞാൻ നിന്നെ അറിയില്ല, ഞാൻ നിന്നെ അറിയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ അകലുക. അറിഞ്ഞു അറിയാതെയോ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ആഗ്രഹങ്ങളും അത്യാർത്ഥികളും ഒക്കെയായിട്ട് അനീതിയോളം എത്തുകയാണ്. സന്യാസം ഇങ്ങനെ അത്യാവശ്യങ്ങളിൽ മാത്രം ചുറ്റിത്തിരിയേണ്ട ഒരു സമർപ്പണബദ്ധമായ ജീവിതശൈലിയാണ്. അത് സുരക്ഷിത ഇടങ്ങൾ തേടിയാൽ, സുഖകരമായിട്ടുള്ള നിലപാടിലെത്തിയാൽ അത് അപകടകരമായി മാറും. കൃത്യമായിട്ട് ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ടൊരു ബോധ്യമായിട്ട് മാറണം. ഞാൻ കണ്ട സ്വപ്നം എൻ്റെ തമ്പുരാൻ്റെ സ്വപ്നത്തിന് ചേരുന്നതാണോ? ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സ്വർഗത്തിന് സ്വീകാര്യമാണോ? എൻ്റെ കാഴ്ചപ്പാടുകളിലൊക്കെ അറിഞ്ഞും അറിയാതെയും തെല്ല് ഇടർച്ചകളും വീഴ്ചകളും കുറവുമൊക്കെ സംഭവിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, സ്വപ്നം നെയ്തെടുത്തപ്പം, പ്രതീക്ഷകൾക്ക് ചിറക് കൊടുത്തപ്പോൾ നീ തമ്പുരാനെ കൂട്ടിനിരുത്തിയോ? അതോ നിന്റെ ബുദ്ധിയും ആലോചനകളും കഴിവും കണക്കുകൂട്ടലുകളും മാത്രമായിരുന്നു നീ ഒരുക്കിയ പദ്ധതിയുടെ പുറകിൽ? റോമാലേഖനം 8:28 നമുക്കറിയാലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലം നന്മയ്ക്കായിട്ട് അവിടുന്ന് ക്രമീകരിക്കും. സ്വപ്നം നെയ്തത് തമ്പുരാൻ്റെ കൂടെയാണെങ്കിൽ നാഥൻ ഓർമ്മപ്പെടുത്തും, കൈവിടില്ല, ഒറ്റയ്ക്കാക്കില്ല. ഒരിക്കലും പിരിയാത്ത സ്നേഹിതൻ, അകലാത്ത കൂട്ടുകാരൻ നിന്റെ അരികിൽ അനുഗ്രഹത്തോടെ ഉണ്ടാവും. ഈശോ പറയുന്നു, സ്വർഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഈശോയുടെ കൂടെ മറക്കാത്ത സ്നേഹിതനായ, വിട്ടുപേക്ഷിക്കാത്ത സാന്നിധ്യമായ, കുതറിമാറുമ്പോഴും ഓടിയകലുമ്പോഴും ഒപ്പം നടന്ന് ഒപ്പമോടി അകലം കുറയ്ക്കുന്ന തമ്പുരാൻ്റെ കൂടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഏറെ ആഗ്രഹത്തോടെ നിൻ്റെ മുമ്പിൽ ഞങ്ങളിതാ വ്യാപരിക്കുന്നു. ഞങ്ങളൊരുപാട് സന്യാസത്തിൽ
കണക്ക് കൂട്ടി ജീവിക്കുന്നവരാ. സിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച സന്യാസത്തെക്കുറിച്ച്. ഉള്ളതൊക്കെ പാവപ്പെട്ടവന് വീതിച്ചു കൊടുത്തിട്ട് ധൈര്യപൂർവ്വം പറയാണ്, ഈ പാവപ്പെട്ടവരാണ് എൻ്റെ സമ്പാദ്യമെന്ന്. അല്ലാണ്ട് ദർശനം കിട്ടിയ വിശുദ്ധ ജീവിതങ്ങൾ നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കും. നമ്മളിന്ന് അറിഞ്ഞുമറിയാതെയോ ദൈവം സുരക്ഷിതമായ സങ്കേതമേകുമെന്നുള്ള അവബോധങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഇൻഷുറൻസ് പോളിസിയിൽ അഭയം തേടിയിരിക്കുകയാണ്. രോഗം വന്നാലും പേടിക്കണ്ടെന്നൊക്കെ സമർപ്പിത ജീവിതങ്ങൾ പറഞ്ഞു തുടങ്ങി. കാരണം ഇൻഷുറൻസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ സ്മൂത്തായി പൊക്കോളും, ഉറപ്പുള്ള ഒരു ജോലിയുണ്ട്. സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ആവർത്തിച്ചിരുന്ന ചിന്തകളെ, വികാരങ്ങളെ, ഭാവങ്ങളെ നമ്മളിങ്ങനെ പകർത്തിയെടുത്തു. അവിടെ തമ്പുരാൻ നമ്മോട് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ, തെല്ലൊന്ന് ശ്രദ്ധിക്കണേ. ജീവിതത്തിൽ ഈ നോമ്പുകാലത്ത് അനുഗമിക്കുന്നത് എല്ലാം നഷ്ടപ്പെടുത്തിയവനെയാണെന്ന് ആഴത്തിൽ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കും. കൂടെ പോകുന്നവൻ വളരെ വ്യക്തതയോടുകൂടിയിട്ട് നമ്മളെ പഠിപ്പിച്ചില്ലേ, ആകാശത്തിലെ പറവകളെക്കാളും അവയ്ക്ക് വസിക്കാൻ കൂടും, കുറുനരികൾക്കും ആളങ്ങളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഉടുതുണിക്കും അറുതുണിയില്ല തൻ്റെ ജീവിതത്തിൽ അവയോടൊന്നും തനിക്ക് ബന്ധമില്ലെന്നുമൊക്കെ ഓർമ്മപ്പെടുത്തിയവൻ്റെ അനുഗാമികളും അനുയായികളുമായവർ ഏറെ ശ്രദ്ധിക്കണം. ക്രിസ്തു പടിയിറങ്ങിയ സന്യാസമാണോ, ക്രിസ്തു സങ്കല്പങ്ങൾക്കിടമില്ലാത്ത ഒരു സമർപ്പിത ജീവിത സങ്കല്പമാണോ നാം ആയിരിക്കുന്ന ഇടങ്ങളിലുള്ളത് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം. തമ്പുരാനെ, അത്തരം മേഖലകളെ വിശുദ്ധീകരിക്കാൻ വേണ്ട, അത്തരമിടങ്ങളെ പവിത്രീകരിക്കാൻ വേണ്ട വലിയ അഭിഷേകം, വലിയ കൃപ ഞങ്ങൾക്ക് തരണേ. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ജീവിതാന്തസ്, ഞങ്ങളിപ്പോൾ സ്വപ്നം കാണുന്ന ഈ ജീവിതം അത് ദൈവത്തിന് മുമ്പിൽ സ്വപ്നതുല്യമായൊരു ജീവിതമാണ്, അനുഗ്രഹീതമായൊരു ജീവിതമാണ്. ഈ ബോധ്യത്തിൽ ഞങ്ങൾ നിറയ്ക്കണേ. ഈശോയുടെ കൂടെ, തമ്പുരാൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് ആ സ്വപ്നങ്ങളെ നിറവേറ്റാൻ തക്ക വിധം നമുക്കും പറയാം, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്യാസം ക്രൂശിതനെ ധ്യാനിച്ചുകൊണ്ടുള്ളൊരു ജീവിതമല്ലേ? ലോകത്തിൻ്റെ കണ്ണിൽ എല്ലാ തരത്തിലും പരാജയപ്പെട്ടവൻ്റെ ജീവിതമാണ് ക്രിസ്തു ജീവിതം. എന്നാൽ വിളികിട്ടിയവൻ്റെ കണ്ണിലൂടെ നോക്കുമ്പം വിജയത്തേരിലേറിയ ജീവിതം. ഈശോയുടെ പഠനങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് തെല്ലൊന്ന് ഭാരപ്പെടുത്തും. മുറിവേറ്റവൻ സൗഖ്യദായകനായി മാറുന്നു, വൂണ്ടഡ് ഹീലർ. മുറിവേറ്റവർക്കിടയിൽ മുറിവ് വെച്ച് കെട്ടുന്നവൻ ക്രിസ്തു. ദാഹം മാറ്റും എന്ന് സമറിയക്കാരിയോട് പറഞ്ഞവൻ ഒരിക്കലും ദാഹിക്കില്ലെന്ന് അവളെ ഓർമ്മപ്പെടുത്തിയവൻ കുരിശിൽ ദാഹിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നു. സന്യാസം ഈ വ്യതിരക്തതകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഉറപ്പുള്ളവൻ്റെ കൂടെയുള്ള യാത്രയാണ്. നമുക്കും ധൈര്യപൂർവ്വം തമ്പുരാൻ്റെ കൂടെയായിരിക്കും. കംഫർട്ട് സോണുകളെന്ന് ലോകം കരുതുന്ന ഇടങ്ങളെ
ബോധപൂർവം വ്രതത്രയങ്ങളിലൂടെ മാറ്റിവെക്കുമ്പോഴാണ് അത് സമ്പത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, കഴിവിൻ്റെ, അധികാരത്തിൻ്റെ ഏത് ഇടങ്ങളെ ചുറ്റിപ്പറ്റിയാണെങ്കിലും അവിടെ ഒരു സമർപ്പിത ജീവിതം അകലം പാലിച്ചുകൊണ്ട് എനിക്കിത് വേണ്ടെന്ന് പറയുമ്പോൾ, ഞാനിതിനോട് അകലത്തിലാണ് എന്ന് ആത്മസംതൃപ്തിയോടുകൂടെ പങ്കുവെക്കുമ്പോൾ തമ്പുരാൻ പറയും, നീ എൻ്റെ സ്വന്തമാണ്, എന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ഇതാണ് നമ്മുടെ ബലം. ജീവിതത്തിൻ്റെ ഒറ്റയാക്കപ്പെട്ട അനുഭവങ്ങളൊന്നുമല്ല, സഹനങ്ങളോട് പോലും നമ്മുടെ നാടിൻ്റെ വിശുദ്ധ അൽഫോൻസാമ്മ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ആനന്ദങ്ങളുമൊക്കെ എനിക്ക് കൈപ്പായിട്ട് പകർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തക്ക വിധം കീർത്തിയും ബഹുമാനവും സമ്പാദിക്കുന്നുള്ള എൻ്റെ ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഒരു പരമാണു പോലെ ജീവിക്കാൻ. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ലെന്ന യോഹന്നാൻ്റെ സുവിശേഷം 12:24 ആത്മീയതയെ നെഞ്ചിലെ ഭാവമായി, ഹൃദയത്തിലെ രാഗമായി, ജീവിതത്തിൻ്റെ താളമായി മാറ്റിയ ഒരു വിശുദ്ധ ജീവിതം പറയുക, കംഫർട്ട് സോണുകളൊക്കെ കർത്താവെ നീ എടുത്തോ. വിശുദ്ധ പൗലോസ് ഇത് തന്നെ പറഞ്ഞു, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കണം. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഏതു സഹനാനുഭവങ്ങളിലൂടെ ഒരു നീണ്ട ലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. കർത്താവേ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആർക്കെന്നെ വേർപെടുത്താനാവും? സഹനമോ, ആപത്തോ, നഗ്നതയോ, പട്ടിണിയോ, വാളോ, ഏതുതരം പ്രതിസന്ധികൾ ഉണ്ടായാലും അവിടെ ക്രിസ്തുവാകുന്ന, തമ്പുരാനാകുന്ന സങ്കേതത്തോട് ചേർത്ത് കെട്ടപ്പെട്ട സന്യാസ ജീവിതത്തിന് ശുശ്രൂഷകളിൽ നിന്ന് പിന്തിരിയാനാവില്ല. ആദിമസഭയെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്ന വലിയൊരു സത്യമുണ്ട്. അവരെ ഇല്ലായ്മ ചെയ്യാൻ തല്ലുകയോ കൊല്ലുകയോ ചെയ്താൽ അവരില്ലാതാകില്ല. കാരണം അവർ തല്ലിയാലും കൊന്നാലും പകരം വീട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർ ക്ഷമിക്കും, അതോടെ അവർ വളരും. ആദിമസഭയെക്കുറിച്ചുള്ള വായനയിൽ കിട്ടിയൊരു ബോധ്യം. നമ്മുടെ ജീവിതവും അങ്ങനെയായി മാറട്ടെ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം, ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതം ക്രിസ്തുവാണ്. കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 കൊറിന്തോസ് 11:3 പറയുന്നുണ്ട്, ചിന്തകൾ ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കാതെ സൂക്ഷിക്കണം. ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിലും വിശുദ്ധിയിലും. അതാണ് സന്യാസത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ലോകമറിയേണ്ടത്. അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3:27 പറയും, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. സന്യാസധർമ്മമാണത്. നമുക്ക് പരാജയപ്പെടുന്ന ഇടങ്ങളെ ഇതിനെ ചുറ്റിപ്പറ്റി ധ്യാനിക്കുന്നത് അനുഗ്രഹമാണ്. നാം ചെയ്യാൻ ദൈവം തീരുമാനിച്ച നന്മകൾ, അതാണ് നമ്മുടെ സമ്പത്തും കഴിവും നാം ആയിരിക്കുന്ന ശുശ്രൂഷയുടെ ഇടവുമൊക്കെ. വീണ്ടും സുഭാഷിതം 11:27 ആദ്യ ഭാഗം നമ്മോട് പറയും, നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്. തിന്മയെ തിരയുന്നവന് തിന്മ വന്നുവിടും. നമുക്കും നമ്മുടെ ജീവിതത്തെ ഈ സന്നിധാനത്തോട്, നമ്മുടെ ശുശ്രൂഷാ മേഖലകളെ
പണ്ടൊക്കെ സന്യാസത്തിൻ്റെ അറിവെന്നൊക്കെ പറയണത് അവരുടെ ശുശ്രൂഷയുടെ മാനത്തിൻ്റെ പേരിലാണ്. മിഷനിലൊക്കെ ആയിരുന്നപ്പം അവിടെ പേരില്ലാത്ത കുറേ അമ്മമാരുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ മനസ്സറിയുന്ന, അവരുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്ന, അവരുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, വിദ്യാഭ്യാസത്തിലൂടെ തലമുറയെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് മാറ്റുന്ന, ഹോസ്റ്റലിലൊക്കെ താമസിപ്പിച്ച് ജീവിതത്തിൻ്റെ നിഷ്ഠകളും കൃത്യതയാർന്ന പരിശീലനങ്ങളുമൊക്കെ കൊടുക്കുന്ന അത്ഭുതത്തിൻ്റെ കുറേ പേരില്ലാത്ത അമ്മമാരുണ്ടായിരുന്നു. അതായിരുന്നു മിഷൻ മേഖലയിലെ സന്യാസത്തിൻ്റെ സൗന്ദര്യം. നമുക്കും ആ സൗന്ദര്യത്തെ നഷ്ടപ്പെട്ടെങ്കിൽ തിരികെ പിടിക്കാം. തമ്പുരാനോട് പറയാം, മടങ്ങി വരാൻ അഭിഷേകം തന്നി. ഈശോയെ, നീ ആഗ്രഹിക്കുന്ന വിധം എല്ലാം ദാനമാണെന്നുള്ള ബോധ്യത്തോടെ, എല്ലാം നിൻ്റെ ഔദാര്യമാണെന്ന് ഏറ്റുപറയാനുള്ള മനസ്സോടെ ഞങ്ങൾ ജീവിച്ചോട്ടെ. തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം. എൻ്റെ സന്യാസ ജീവിതം, എൻ്റെ ശുശ്രൂഷാ മേഖല എല്ലാവർക്കും തണലാകണം. ഒരുപാട് പേരെ ചേർത്തണയ്ക്കുന്ന സ്നേഹത്തിൻ്റെ കൂടാരമായി രൂപാന്തരപ്പെടണം. ക്രിസ്തു എന്നിലൂടെ അറിയപ്പെടണം. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ തക്കവിധം എൻ്റെ കാഴ്ചപ്പാടുകളെ, ദർശനങ്ങളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ നിലപാടുകളെ, എൻ്റെ ശുശ്രൂഷായിടങ്ങളെ നവീകരിക്കാൻ ഈ നോമ്പിൻ്റെ ത്യാഗസ്വരൂപിത കാലത്ത് നല്ല തീരുമാനങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ എടുത്തുകൊണ്ട്, തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതം മുഴുവനുമേ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ കൊടുത്ത് ഈ സന്നിധാനത്തോട് ചേർത്ത് വെച്ച് അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ അഭിഷേകം, ക്രിസ്തുവിനിണങ്ങുന്ന, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ചേരുന്നൊരു സന്യാസ സമർപ്പിത ജീവിതത്തിന് വേണ്ടി കൊതിയോടെ, ദാഹത്തോടെ, പ്രാർത്ഥനയോടെ തിരുസന്നിധാനത്തേക്ക് നാം ആയിരിക്കുന്ന അവസ്ഥയിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കണേ കർത്താവെ, അഭിഷേകം ചെയ്യണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാനെ അറിയാൻ, അറിഞ്ഞ തമ്പുരാനെ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കാൻ കൃപയോഗിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുശ്രൂഷയിലൂടെ ഈ ലോകത്തിന് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.